ഇവിടെയുള്ള കുട്ടികളോടും മാതാപിതാക്കളോടും പ്രത്യേകമായ ചില ഗൈഡ് ലൈൻസ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യൻ ജീവിതത്തിൽ വലിയ ഉയരങ്ങൾ എത്തണമെങ്കിൽ എന്നുവരെയാണ് ഈശ്വരൻ തന്നിരിക്കുന്ന സമയം? മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും ഈശ്വരൻ കൊടുത്തിരിക്കുന്ന സമയം 12 വയസ്സ് വരെയാണ്. ഗർഭത്തിൽ കുഞ്ഞ് 90 ദിവസമാവുമ്പോൾ മുതൽ ഭാവിയിലെ തലച്ചോറിനുള്ള സെൽ ഡിവിഷൻ തലയിൽ ആരംഭിക്കും. അന്ന് മുതൽ മാതാപിതാക്കൾ ശ്രദ്ധിച്ച് തുടങ്ങേണ്ടതാണ്. ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ കുട്ടിയുടെ തലയോട്ടി അളന്നാൽ 30 മുതൽ 33 സെൻറ്റിമീറ്റർ ആയിരിക്കും. കുട്ടിക്കൊരു 3 വയസ്സാകുമ്പോൾ വീണ്ടും അളന്നാൽ 36 മുതൽ 39 സെൻറ്റിമീറ്റർ ചുറ്റളവായിരിക്കും. കുട്ടിക്ക് 7 വയസ്സാകുമ്പോൾ വീണ്ടും അളന്നാൽ 46 മുതൽ 49 സെൻറ്റിമീറ്റർ ആയിരിക്കും. കുട്ടി 12 വയസ്സാകുമ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അളന്നാൽ 50 മുതൽ 57 സെൻറ്റിമീറ്റർ ചുറ്റളവായിരിക്കും. പിന്നെ തലച്ചോർ വളരുകയില്ല, തലയോട്ടി വളരുകയില്ല. 112 വയസ്സാകുമ്പോൾ വല്യപ്പൻ്റെ തല അളന്നാൽ 12 വയസ്സിൽ എത്രയുണ്ടോ അത്രയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ ഓരോ കാലഘട്ടത്തിലും എന്താണ് ചെയ്യേണ്ടതെന്ന് ശാസ്ത്രം വളരെ വിശദമായി പറഞ്ഞിരിക്കുകയാണ്. അതിലെ അവസാനത്തെ 2 വർഷമാണ് 5, 6, 7 കുട്ടികൾ, ഇവിടെ പഠിക്കുന്ന കുട്ടികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ തലച്ചോറിൻ്റെ ഫൈനൽ ഷേപ്പ് വരുന്നത് ഈ 3 വർഷങ്ങളാണ്, 5, 6, 7. ആ വർഷങ്ങൾ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും മാതാപിതാക്കളും രക്ഷകർത്താക്കളും പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. എങ്കിൽ മാത്രമേ ഈ സ്കൂളിലെ കുട്ടികൾ ജീവിതത്തിൽ വലിയ നിലകളിൽ എത്തിച്ചേരുകയുള്ളൂ. അങ്ങനെയുള്ള കുട്ടികൾ ഈ സ്കൂളിന് അഭിമാന ഭാജനങ്ങളായി തീരണം. എ ഫാക്ടറി ഈസ് നോൺ ബൈ ഇറ്റ്സ് പ്രോഡക്റ്റ്, എ സ്കൂൾ ഈസ് നോൺ ബൈ ഇറ്റ്സ് ഓൾഡ് സ്റ്റുഡൻസ്. ഒരു സ്കൂളിൻ്റെ മഹിമ ആ സ്കൂളിൽ പഠിച്ച കുട്ടികൾ ആരായിത്തീരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സ്കൂളിലെ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ലോകത്തിൽ വലിയ നിലകളിൽ എത്തണമെങ്കിൽ ഈശ്വരൻ നമുക്ക് തന്ന 2 കഴിവുകളെ പരിപോഷിപ്പിക്കണം. അതിലാദ്യത്തത് ഓർമ്മശക്തിയാണ്. നിങ്ങളിവിടെ പഠിച്ചിട്ട് ഒരു ഡോക്ടറാവാൻ വേണ്ടി നീറ്റ് പരീക്ഷയ്ക്ക് ചെന്നാൽ അവിടെ 1 മിനിറ്റ് കൊണ്ട് ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതണം. ചോദ്യം വായിക്കാനൊരു 35 സെക്കൻഡ് പോകും. അതിൻ്റെ OMR ഷീറ്റ് കറപ്പിക്കാനൊരു 10 സെക്കൻഡ്, ചിന്തിക്കാൻ കിട്ടുന്നത് 15 സെക്കൻഡാണ്. അതിനകം ആ ചോദ്യത്തിന് ഉത്തരം ഓർമ്മ വന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിൽ ഒരിക്കലും ഡോക്ടറാവില്ല. ഒരു IAS പരീക്ഷയ്ക്ക് ഇരിക്കണമെങ്കിൽ ആദ്യം പ്രിലിമിനറി പരീക്ഷ പാസ്സാവണം. പ്രിലിമിനറി പരീക്ഷ കയറിയാൽ വീണ്ടും 15 സെക്കൻഡ് കൊണ്ട് ചോദ്യത്തിന് ഉത്തരം എഴുതണം. എങ്കിലേ ഓർമ്മ വരുന്നെങ്കിലേ നിങ്ങൾക്ക് IAS പരീക്ഷയ്ക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, ഇല്ലേ പ്രിലിമിനറിയിൽ തോറ്റു. അപ്പോൾ ഈ ഓർമ്മശക്തി വികസിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? 12ഓളം മെത്തേഡ്സ് ഉണ്ട് ഓർമ്മശക്തി വികസിപ്പിക്കാൻ. ഞാൻ എഴുതിയ മറക്കാതിരിക്കാൻ ബുദ്ധിയുള്ളവരാകുന്ന പുസ്തകത്തിൽ ആ 12 ടെക്നിക്ക് ഞാൻ വിവരിക്കുന്നുണ്ട്. നിങ്ങൾ ആ ടെക്നിക്കൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഓർമ്മശക്തി ഒരു 3 ഇരട്ടിയാക്കി മാറ്റണം. അതുപോലെയാണ് ബുദ്ധിശക്തി. ലോകത്തിലെ വലിയ പരീക്ഷകൾക്ക് നിങ്ങൾ പോയാൽ നിങ്ങളുടെ ബുദ്ധിശക്തി പരിശോധിക്കും. UN സിവിൽ സർവീസിന് പോയാൽ 40 ചോദ്യം ബുദ്ധിശക്തി പരിശോധിക്കുന്ന ചോദ്യങ്ങളാണ്. IAS പരീക്ഷയ്ക്ക് ഇരിക്കണമെങ്കിൽ CSIT പേപ്പറുണ്ട്. CSIT പേപ്പറിലെ 35 ചോദ്യം ഈ ബുദ്ധിശക്തി പരിശോധിക്കുന്ന ചോദ്യങ്ങളാണ്. റിസർവ് ബാങ്ക് ഓഫീസേഴ്സ് പരീക്ഷയ്ക്ക് പോയാൽ 40 ചോദ്യമാണ് ബുദ്ധിശക്തി പരിശോധിക്കുന്ന ചോദ്യങ്ങൾ. നിങ്ങൾ IITയുടെ എൻട്രൻസ് എക്സാമിനേഷൻ JEEക്ക് പോയാൽ ബുദ്ധിശക്തി പരിശോധിക്കുന്ന 40 ചോദ്യം ഉണ്ടാവും. ബ്രെയിൻ ടീസേഴ്സ്, ബ്രെയിൻ ട്വിസ്റ്റേഴ്സ്, ബ്രെയിൻ ക്യൂസേഴ്സ് എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങളാണ്. ഈ ബുദ്ധിശക്തി വികസിപ്പിച്ചില്ലെങ്കിൽ ലോകത്തിൽ ഒരു ജോലിക്കും, നല്ല ജോലിക്കൊന്നും കയറാൻ പറ്റിയല്ല. പ്യൂണും ക്ലർക്കൊക്കെ ഇട്ട് കയറാം, വലിയ ജോലിക്കൊന്നും പോകാൻ പറ്റിയല്ല. അപ്പോൾ ഈശ്വരൻ തന്ന് നിങ്ങളുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വികസിപ്പിക്കണം. രണ്ടാമത്തെ സ്കില്ലുകളാണ്. വലിയ ജോലിക്കൊക്കെ ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ 4 സ്കില്ല് വികസിപ്പിക്കണം. അതിലാദ്യത്തേത് ലേഖനം എഴുതാനുള്ള കഴിവാണ്. 10ാം ക്ലാസ് വരെ പ്രസ്യൂംഡ് നോളജ് ഉണ്ടെന്ന് എക്സാമിന് തോന്നിയാൽ മാർക്ക് കൊടുക്കാം. +2 കയറിയാലോ റെഫറൻസ് ദ കോണ്ടക്സ്റ്റ് ചെയ്യണം. ആരോട് എപ്പോൾ പറഞ്ഞു എന്ന് ഓർക്കാൻ കുട്ടി കഴിയണം. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ കളി മാറി. ഡിഗ്രി കയറിയാൽ നിങ്ങൾ അനോട്ടേറ്റ് ചെയ്യണം, അതൊരു ലേഖനമാണ്. പോസ്റ്റ് ഗ്രാജുവേഷന് പോയാൽ അനാലിസിസ് ചെയ്യാൻ പറയും, ലേഖനമാണ്. MPhilന് പോയാൽ 150 പേജുള്ള ഒരു പുസ്തകം എഴുതണം, തീസിസ്. PhDക്ക് പോയാലോ 500 പേജുള്ള ഒരു പ്രബന്ധം എഴുതണം. ലേഖനം എഴുതാൻ പറ്റാത്ത കുട്ടിയെ ജീവിതത്തിൽ ഉയരാൻ പറ്റില്ല. IAS പരീക്ഷ ഒരു പേപ്പർ മുഴുവൻ ജനറൽ എസ്സേയാണ്, 3 മണിക്കൂർ എസ്സേ എഴുതണം, രക്ഷയില്ല. അപ്പോൾ ഈ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലെ നിങ്ങൾ
ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്ത് വിശ്വപ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്, ദി എസ്സേ. അതൊന്ന് വാങ്ങിച്ച് ലേഖനം എഴുതാൻ പഠിക്കണം. പഠിച്ചെങ്കിലേ വലിയ പരീക്ഷകളിൽ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ സ്കില്ല് പരീക്ഷ എഴുതാനുള്ള ടെക്നിക്കുകളാണ്. പരീക്ഷ എഴുതുമ്പോൾ മാർക്ക് കിട്ടുന്ന അറിവിന് മാത്രമല്ല, പരീക്ഷ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ഞുണുക്ക് വേലകളുണ്ട്. ഞാൻ 162 പബ്ലിക് എക്സാമിനേഷൻ പാസ്സായതാണ്. എനിക്ക് ഈ ക്രിക്കറ്റും ഹോക്കിയും കളിക്കുന്ന ഒരു രസമാണ് ഈ പരീക്ഷ എഴുതാന്ന് പറഞ്ഞത്. പലപ്പോഴും പരീക്ഷയുടെ റിസൾട്ട് പോലും നോക്കുകയില്ല, കുറച്ച് കഴിഞ്ഞായിരിക്കും റിസൾട്ട് അറിയുന്നത്. പക്ഷേ പരീക്ഷ എഴുതുന്ന രസമുണ്ടല്ലോ. അപ്പോൾ പരീക്ഷ എഴുതാൻ മാർക്ക് വാങ്ങിക്കാനുള്ള 12 ടെക്നിക്കുണ്ട്. അത് മാസ്റ്റർ ചെയ്തിട്ട് വളരെ ഭംഗിയായി പരീക്ഷ എഴുതി മാർക്ക് വാങ്ങിക്കണം. 3, മുഖാമുഖ പരീക്ഷ, ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണൽ ടെസ്റ്റാണ്. റിട്ടേൺ എക്സാമിനേഷൻ കൊണ്ട് മാത്രം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരാൻ പറ്റില്ല. അത് കഴിഞ്ഞൊരു മുഖാമുഖം ഉണ്ട്, വാച്യ പരീക്ഷ. അവിടെ മാർക്ക് വാങ്ങിക്കണം. എങ്ങനെയാണ് ഈ ഇൻ്റർവ്യൂവിൽ മാർക്ക് വാങ്ങിക്കേണ്ടത്? ഞാൻ DC ബുക്ക് എൻ്റെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, വ്യത്യസ്തരാകാൻ, ഹൗ ടു ഹാവ് എ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി. ആ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ശ്രദ്ധിക്കണം. 4-മതായി വളർത്തേണ്ട സ്കില്ല് പ്രസംഗിക്കാനുള്ള സ്കില്ലാണ്. നിങ്ങൾ NDA പരീക്ഷയ്ക്ക് പോയാൽ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ 5 മിനിറ്റ് പ്രസംഗിക്കാൻ പറയാം. നിങ്ങൾ UN സിവിൽ സർവീസിന് പോയാൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് 5 മിനിറ്റ് പ്രസംഗിക്കാൻ പറയും. റിസർവ് ബാങ്കിൻ്റെ ഓഫീസ് ടെസ്റ്റിന് പോയാൽ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ 5 മിനിറ്റ് പ്രസംഗിക്കാൻ പറയും. നിങ്ങൾ ടാറ്റയുടെയോ ബിർളയുടെയോ അംബാനിയുടെയോ അഡാനിയുടെയോ ഏത് ജോലിക്ക് പോയാലും നിങ്ങളോട് 5 മിനിറ്റ് പ്രസംഗിക്കാൻ പറയും. അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റ് മനുഷ്യരെ കളിപ്പിച്ചായാലും ശരി അവനെ കൊണ്ട് വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയുടെ പ്രധാന ജോലി. ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒന്നും ആയിത്തീരുകയില്ല. അതുകൊണ്ട് 4 സ്കില്ലുകൾ, ലേഖനം എഴുതുക, പരീക്ഷ എഴുതുക, ഇൻ്റർവ്യൂ ജയിക്കുക, പ്രസംഗിക്കുക, ഈ 4 സ്കില്ല് വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ നിലകളിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. 3-മതായി, നിങ്ങൾ 7-ാം ക്ലാസ് കഴിയുമ്പോൾ ഒരു പരീക്ഷയ്ക്ക് വിധേയമാവണം. ലോകത്തിൽ ജനിക്കുന്ന എല്ലാവർക്കും എല്ലാ ജോലിയും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈശ്വരൻ ഒരു മനുഷ്യനെ ഭൂമി സൃഷ്ടിക്കുമ്പം ഒരു 4-5 മേഖലയിൽ വിജയിക്കാനുള്ള കഴിവ് ആ കുട്ടി കൊടുത്തിരിക്കും. ഞങ്ങളുടെയും ചെറുപ്പകാലത്ത് കണ്ടുപിടിക്കാൻ മാർഗമില്ലായിരുന്നു. നിങ്ങളുടെയൊക്കെ ഭാഗ്യത്തിന് 15 കൊല്ലത്തിന് മുമ്പ് ശാസ്ത്രം ഒരു പരീക്ഷ കണ്ടുപിടിച്ചു, സൈക്കോളജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നിങ്ങൾ ആ കമ്പ്യൂട്ടറിന് മുമ്പിൽ കയറി ഇരുന്ന് കമ്പ്യൂട്ടറിൻ്റെ ഒരു 100-150 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഉടനെ എഴുതി കാണിക്കും, ഈ അണ്ടർഗോ ചെയ്ത് കുട്ടിക്ക് താഴെ പറയുന്ന മേഖലയിൽ വിജയിക്കാൻ പറ്റും എന്നാണ്. അപ്പോൾ നിങ്ങളൊരു 7-ാം ക്ലാസ് കഴിയുമ്പം ഈ ടെസ്റ്റിന് വിധേയമായാൽ ഈശ്വരൻ നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി കഴിവുന്ന മേഖലകൾ ഏതൊക്കെയെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങൾ ഒറ്റയ്ക്ക് തിരുവനന്തപുരത്ത് കാണുന്ന ടെസ്റ്റിന് പോയാൽ 1500 രൂപ അവർ ചാർജ് ചെയ്യും. പക്ഷേ ഈ സ്കൂളിൽ ഒരു 100 കുട്ടികൾ ഈ ടെസ്റ്റ് അണ്ടർഗോ ചെയ്യാനുണ്ടെന്ന് അറിയിച്ചാൽ തിരുവനന്തപുരത്ത് ഏജൻസി ഇവിടെ വന്ന് ഇവിടുത്തെ കമ്പ്യൂട്ടറിൽ ഒരു കുട്ടിക്ക് 100-200 രൂപ ചാർജ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത്. പക്ഷെ ആ ടെസ്റ്റ് കഴിഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ ഈശ്വരൻ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിവുതന്ന മേഖല ഏതാണെന്ന്. ആ മേഖല വിജയിപ്പിക്കാൻ കഴിഞ്ഞിരിക്കണം. 4-മതായി, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ ശ്രദ്ധേയമായി ഒരു സ്കോളർഷിപ്പ് നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കണം. 5-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് ആകുമ്പോഴേക്കും 65 സ്കോളർഷിപ്പുണ്ട്. 65 സ്കോളർഷിപ്പ്. ഞാനൊക്കെ പഠിക്കുമ്പോൾ 2 സ്കോളർഷിപ്പേ ഉള്ളൂ, മെറിറ്റ് സ്കോളർഷിപ്പും ലോൺ സ്കോളർഷിപ്പും. ഇപ്പം നിങ്ങൾക്കൊക്കെ 2000 സ്കോളർഷിപ്പാണ്. പെൺകുട്ടികൾക്ക് മാത്രം മത്സരിക്കാവുന്ന സ്കോളർഷിപ്പ്, മൈനോറിറ്റീസ് മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് മത്സരിക്കാവുന്ന സ്കോളർഷിപ്പ്, OBCക്ക് മത്സരിക്കാവുന്ന സ്കോളർഷിപ്പ്, SC/STക്ക് മത്സരിക്കാവുന്ന സ്കോളർഷിപ്പ്, സ്പോർട്സുകാർക്ക് മത്സരിക്കാവുന്ന സ്കോളർഷിപ്പ്, വികലാംഗർക്ക് മത്സരിക്കാവുന്ന സ്കോളർഷിപ്പ്, ഇങ്ങനെ 12,000 എണ്ണമുണ്ട്. പക്ഷെ 5-ാം ക്ലാസ് തൊട്ട് ഒരു 12-ാം ക്ലാസ് ആകുമ്പോഴത്തേന് വളരെ പ്രധാനപ്പെട്ട 65 സ്കോളർഷിപ്പാണ്. ഞാൻ 65 സ്കോളർഷിപ്പിൻ്റെ ലിസ്റ്റ് എന്നെ ക്ഷണിച്ച് ആ വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചു കൊടുത്തേക്കാം, പ്രിൻസിപ്പലിന് അയച്ചു കൊടുത്തേക്കാം. നിങ്ങളതൊന്ന് നോക്കിയിട്ട് ഒരു 2-3 എണ്ണം എഴുതണം. എഴുതി സ്കോളർഷിപ്പ് നേടണം. അപ്പൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് 1 പൈസ വാങ്ങിക്കാതെ നിങ്ങൾ ജീവിതത്തിൽ ഉയരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കണം. വളരെ കൃത്യമായി ഉയർച്ചയുടെ പടവുകൾ നേടാനായിട്ട് പറ്റണം. നിങ്ങൾ 7-ാം ക്ലാസ് കഴിയുമ്പോഴത്തേന് ഒളിമ്പ്യാഡിന് പോകണം. മാത്സ് ഒളിമ്പ്യാഡുണ്ട്, ഫിസിക്സ് ഒളിമ്പ്യാഡുണ്ട്, സയൻസ് ഒളിമ്പ്യാഡുണ്ട്, ഇംഗ്ലീഷ് ഒളിമ്പ്യാഡുണ്ട്. തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ 35,000 രൂപയുടെ സമ്മാനം. ഡൽഹി പോകുമ്പോഴോ 1.5 ലക്ഷം രൂപ ശമ്പളം, സ്കോളർഷിപ്പ്. 1.5 ലക്ഷം രൂപയല്ല അതിനകത്ത് പ്രശ്നം. നിങ്ങളങ്ങ് എത്ര ഉയർത്തി പോയാലും, നിങ്ങൾ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ഒളിമ്പ്യാഡിൽ സമ്മാനം സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. ഞാൻ IASന് ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ഒരാളാണ്. ഒരു കാൻഡിഡേറ്റ് കയറി വരും, ബയോഡാറ്റ നോക്കിയിട്ട് ചെയർമാൻ പറയും, ഇവൻ നല്ല
7ാം ക്ലാസ്സിൽ ഒളിമ്പ്യാഡ് പ്രൈസ് അടിച്ചിട്ടുള്ളത്. അപ്പോഴേ ഞങ്ങൾ ആ കുട്ടിക്ക് ഒരു 10 മാർക്ക് കൂടുതൽ കൊടുക്കും IAS ഇൻ്റർവ്യൂവിന്. അപ്പോൾ ഈ സ്കൂളിൽ നിന്ന് നിങ്ങളൊരു ടീമുണ്ടാക്കി ഒരു ടീച്ചറിൻ്റെ സൂപ്പർവിഷനിൽ പോയി ഒളിമ്പ്യാഡിൽ പങ്കെടുക്കണം. ഫസ്റ്റ് 1, 2, 3 പ്രൈസ് കൂടാതെ 12 പേർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റിന് വലിയൊരു വിലയാണ്. അപ്പോൾ 12ാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് നല്ലൊരു സ്കോളർഷിപ്പ് വാങ്ങിച്ച് അടിച്ച് പറത്തി അങ്ങ് പഠിക്കണം. അത് കഴിഞ്ഞാലോ ഡിഗ്രി ലെവലിലെത്തുമ്പോൾ സ്കോളർഷിപ്പിൻ്റെ അളവ് കൂടുകയാണ്. 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് 5000 രൂപ ഒരു മാസം കിട്ടുക. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേക്കും 7000 രൂപ ഒരു മാസം കിട്ടും. കോളേജിൽ കയറുമ്പോഴത്തേന് 10000 രൂപ കിട്ടും. MPhilന് പഠിക്കാൻ പോയാൽ 27,500 രൂപ ഒരു മാസം ഇങ്ങോട്ട് കിട്ടും സ്കോളർഷിപ്പ്. PhDക്ക് പഠിക്കാൻ പോയാലോ ഒരു മാസം 35,000 രൂപ സ്കോളർഷിപ്പ് ഇടും. 35,000 രൂപ. ഞാൻ PhD എടുത്ത് എനിക്ക് ഒരു പൈസ ആരും തന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ PhD പഠിക്കാൻ പോവാണ്. എൻ്റെ നീസും എൻ്റെ മോളൊക്കെ പഠിക്കാൻ പോയി. മാസം 35,000 രൂപ ഇങ്ങോട്ട് കിട്ടും JRF സ്കോളർഷിപ്പിൽ. അപ്പോൾ ഇങ്ങനെ സ്കോളർഷിപ്പ് നേടണം. പിന്നെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ സ്കോളർഷിപ്പ് കിട്ടിയാൽ 2.5 കോടി രൂപയാണ് സ്കോളർഷിപ്പ്. ഹാർവാർഡിലെ സ്കോളർഷിപ്പ് 5 കോടി രൂപയാണ്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൻ്റെ സ്കോളർഷിപ്പ് 50 ലക്ഷം രൂപയാണ്. 1-2 രൂപയൊന്നുമല്ല. കഴിഞ്ഞ മാസം നിങ്ങൾ മനോരമ പത്രത്തിൽ വായിച്ചില്ലേ? പത്തനംതിട്ടയിൽ ഒരു കുട്ടിക്ക് 1,60,00,000 രൂപയുടെ സ്കോളർഷിപ്പ്. എൻ്റെ ഒരു കസിൻസിനോടെ മോളാ പരീക്ഷയൊക്കെ പറഞ്ഞു കൊടുത്ത് അവളെ അടിച്ച് പറത്തി കയറി 1,60,00,000 കൊണ്ട് ഇങ്ങനെ വന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടിക്കും ഇതൊക്കെ പറ്റും. 2.5 കോടി 1.5 കോടിയൊക്കെ അടിക്കാൻ പറ്റും. അതുകൊണ്ട് ഭംഗിയായിട്ട് ഈ സ്കോളർഷിപ്പ് ഒന്ന് നോക്കി അടിച്ച് പറത്തി പഠിച്ച് സ്കോളർഷിപ്പ് വാങ്ങിച്ച് സ്വന്തം പൈസ കൊണ്ട് പഠിക്കണം മക്കളെ. അതൊരു വലിയ ക്രെഡിറ്റാണ്. ഞങ്ങളുടെ കാലത്ത് പണമുള്ളവൻ്റെ മക്കൾക്ക് പഠിക്കാൻ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ അതല്ല. തലച്ചോറിന് മൂളയുണ്ടോ സ്കോളർഷിപ്പ് കിട്ടി സ്വന്തം പൈസയിൽ പഠിക്കാൻ പറ്റും. അങ്ങനെ വലിയ നിലകളിൽ നിങ്ങൾ എത്തിച്ചേരണം. ഞാൻ ആ സ്കോളർഷിപ്പ് ലിസ്റ്റ് അയച്ചു കൊടുത്തേക്കാം. ഇഷ്ടമുള്ള സ്കോളർഷിപ്പ് തിരഞ്ഞെടുക്കുക, എഴുതുക. 5-മതായി കരിയർ ഗൈഡൻസ് ആണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ പിള്ളേർക്കറിയാവുന്ന 2 വാക്കുണ്ടായിരുന്നു: ഡോക്ടർ, എഞ്ചിനീയർ. ഡോക്ടർ, എഞ്ചിനീയർ. ഇപ്പോൾ ഇത് രണ്ടും വലിയ ജോലിയൊന്നുമില്ല. ഡോക്ടർ, എഞ്ചിനീയർ. അപ്പോൾ ഇപ്പോൾ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് 200 മാർഗം കൊണ്ട് തിരിയാൻ, 200 കരിയേഴ്സ് കൊണ്ട് തിരിയാൻ. പക്ഷേ എന്തൊക്കെയാണ് 200 കരിയർ? അതിലെന്താണ് തിരഞ്ഞെടുക്കേണ്ടതെന്നൊരു കുട്ടി ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തീരുമാനിച്ചിരിക്കണം. അങ്ങനെ തീരുമാനിച്ചിട്ട് വേണം പഠിച്ച് മുമ്പോട്ട് പോകാൻ. അപ്പോൾ ഈ 200 മാർഗം എന്തൊക്കെയാണ്? അത് പറഞ്ഞു തരുന്ന കുറേ പുസ്തകങ്ങൾ മലയാളത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മാതൃഭൂമി പത്രം പബ്ലിഷ് ചെയ്ത ഉപരിപഠനം, 10ാം ക്ലാസ് കഴിഞ്ഞാൽ വഴിതിരിയാനുള്ള 150 മാർഗങ്ങൾ. മലയാള മനോരമ പത്രം പബ്ലിഷ് ചെയ്ത ഡയറക്ടർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ 10-200 മാർഗം. മാധ്യമ പത്രം പബ്ലിഷ് ചെയ്ത വിദ്യ എന്ന പുസ്തകം, ഏറ്റവും ബൃഹത്തായ പുസ്തകം. ദീപിക പത്രം പബ്ലിഷ് ചെയ്ത ഹയർ സ്റ്റഡീസ് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ് 1000 പേജുള്ള പുസ്തകമാണ്, 1000 പേജസ്. ഇങ്ങനെയുള്ള കരിയേഴ്സ് ഉണ്ട്. ആ കരിയേഴ്സ് ഒന്ന് എടുത്ത് ഞാൻ ഈ കരിയർ ഗൈഡൻസ് സംബന്ധിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പ്രിൻസിപ്പൽ അയച്ചു കൊടുത്തേക്കാം. നിങ്ങളൊന്ന് നോക്കിയിട്ട് അതിനകത്ത് ഓരോന്നിനും ഗുണമുണ്ട് ദോഷമുണ്ട് എല്ലാം ഒന്ന് നോക്കിയിട്ട് ഒരു 3-4 എണ്ണം നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ അമ്മയോടും അപ്പനോടും പറയണം. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചറിൻ്റെ അടുത്ത് പോയി പറയണം: ടീച്ചറെ, എനിക്കിതിൽ ഒരെണ്ണം ആയാക്കൊള്ളുന്നൊരാഗ്രഹം. നിങ്ങളുടെ ജീവിതത്തിൽ ഉയരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ ടീച്ചറുമാണ്. അപ്പനും ഉണ്ടേ, 3 പേരാണ് നിങ്ങൾ ഏറ്റവും വലുതാവണമെന്ന് ആഗ്രഹിക്കുന്നത്. അവരോട് പോയി പറയണം: ഈ 200 എണ്ണത്തിൽ എനിക്ക് ഈ 3-4 എണ്ണവും വളരെ ഇഷ്ടം. നിങ്ങളുടെ അപ്പനും അമ്മയും ടീച്ചറും കൂടെ ആലോചിച്ചിട്ട് ഒരു 2-3 എണ്ണം പറയും. ഈ 2-3 എണ്ണത്തിൽ ഒരെണ്ണം നീ തിരഞ്ഞെടുക്കാൻ പറയും. അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുത്താലുണ്ടല്ലോ, നിങ്ങൾ ആ സ്ഥലത്ത് എത്തിച്ചേരും. ജീവിതത്തിൽ ഉയരാനുള്ള വലിയ മാർഗം നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി 6-മതായി, നിങ്ങൾ ഈ ലക്ഷ്യം തിരഞ്ഞെടുക്കുമ്പോൾ വളരെ കൃത്യമായി അതിന് ചില യാർഡ് സ്റ്റിക്ക് കണ്ടെത്തി വേണം തിരഞ്ഞെടുക്കാൻ. അതെന്താണ് എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ ലക്ഷ്യബോധം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളൊരു സിവിൽ സർവീസിൽ കയറാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രത്യേകതയോടുകൂടി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട പാഠം. ഇപ്പോൾ സിവിൽ സർവീസാണെങ്കിൽ 568 സിവിൽ സർവീസ് ഉണ്ട്. ഏത് സർവീസ് വേണം? അപ്പോൾ ആ ജോലികൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. 2024 ഭൂമിയിൽ നിലനിൽക്കുന്ന ജോലികളുടെ 35% ജോലികളും 2010 ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. 13 കൊല്ലം കൊണ്ടുണ്ടായതാണ് 35%. നിങ്ങളൊക്കെ പഠിച്ചിറങ്ങി 2040 ആകുമ്പോഴേക്കും
അന്ന് ഭൂമിയിൽ ഉണ്ടാവാൻ പോകുന്ന ജോലിയുടെ 65% ഇപ്പോൾ ഭൂമിയിലില്ല, ഇല്ലാത്ത ജോലികളാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിറങ്ങി 2035 ആവുമ്പോൾ ഭൂമിയിൽ എന്തൊക്കെ ജോലിയാണ് ഉണ്ടാവാൻ പോകുന്നത് അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ ടുമോറോസ് ജോബ്സ് എന്ന് പറയുന്ന ഒരു സാധനം പ്രിൻസിപ്പലിന് അയച്ചു കൊടുത്തേക്കാം. നിങ്ങളതൊന്ന് നോക്കണം. 2030 2040 ലോകത്തിലെ ഏറ്റവും 65% ജോലി എന്തൊക്കെ മേഖലയാണെന്നൊക്കെ അറിയാം. അതിലൊരെണ്ണം നോക്കിക്കോണം. കാരണം നിങ്ങൾ പഠിച്ചിറങ്ങി വരുമ്പോൾ ആ പഠിച്ച കോഴ്സിന് ജോലിയിലേക്ക് പിന്നെ രക്ഷപ്പെട്ടോ ഇല്ല. അപ്പോൾ ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന ജോലി നോക്കി വേണം പഠിച്ചു പോകാൻ. ഏഴാമതായിട്ട് എന്ത് ചെയ്യണം? ഏഴാമതായിട്ട് ഞങ്ങളൊക്കെ പഠിച്ചപ്പോൾ ഞങ്ങളപ്പോൾ ആപ്ലിക്കേഷൻ അയച്ച് PSC ഇൻ്റർവ്യൂ നടത്തി, പിന്നെ ഇൻ്റർവ്യൂവിന് പോയി, ഞങ്ങളൊക്കെ ജോലി കിട്ടി. നിങ്ങളുടെ കാലത്ത് ഇതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ വീട്ടിലിരുന്നാൽ ജോലി നിങ്ങളുടെ വീട്ടിൽ വരും ഇപ്പോഴത്തെ കാലത്ത്. അതിനെയാണ് ഹൗ ടു സെർച്ച് ഫോർ ജോബ്സ്, എങ്ങനെയാണ് ജോലി തപ്പേണ്ടത്. നിങ്ങളൊരു കരിക്കുലം വിത്ത ഉണ്ടാക്കി അത് നെറ്റിൽ അങ്ങോട്ട് അയച്ചിട്ട് ഹൂ വാണ്ട്സ് മീ എന്നങ്ങോട്ട് ചോദിച്ചാൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങളെപ്പോൾ ഒരാളിനെ വേണ്ട ഒരാളുണ്ട്. അയാളെ വിളിക്കാം ഫോണിൽ, 3-4 ചോദ്യം ചോദിക്കും. അയാൾക്ക് ഉത്തരം ഇഷ്ടപ്പെട്ടാൽ കമ്പ്യൂട്ടർ വരാൻ പറയും. കമ്പ്യൂട്ടർ അയാൾ കുറേ ചോദ്യം അയച്ചു തരും. കമ്പ്യൂട്ടർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് മറുപടി അയച്ചു കൊടുക്കണം. അതും അയാൾക്ക് ഇഷ്ടപ്പെട്ടാൽ കം ടു ദ വീഡിയോ കോൾ എന്ന് പറയും. നമ്മളൊരു വീഡിയോ കോളിന് പോയിരിക്കും. അപ്പോൾ അയാൾക്ക് നമ്മളെ കാണാം, നമുക്ക് അയാളെ കാണാം. 4-5 പേരിരുന്ന് ഇൻ്റർവ്യൂ നടത്താണ്. ആ ഇൻ്റർവ്യൂ ഇരിക്കുമ്പോൾ സൂക്ഷിച്ചോണം. അപ്പുറത്തൊരു കൂത്തിപ്പട്ടി, ഇപ്പുറത്തൊരു അടുക്കളയും കാണിച്ചിട്ട് അതിന് മുമ്പ് ഇരുന്ന് കളയരുത്. മാന്യമായി ഇരിക്കാനുള്ള സ്ഥലത്ത് കൊണ്ട് ഇരുന്ന് വീഡിയോ കോൾ ചെയ്യാൻ. വീഡിയോ കോൾ അങ്ങ് ഇഷ്ടപ്പെട്ടാൽ അപ്പുറത്തുനിന്ന് വിളി വരും. യു ആർ അപ്പോയിൻറ്റഡ്, യുവർ പ്ലെയിൻ ടിക്കറ്റ് ആൻഡ് യുവർ അപ്പോയിൻമെൻറ്റ് ഓർഡർ വിൽ റീച്ച് യു ആൻഡ് യുവർ വിസ വിൽ റീച്ച് യു വിതിൻ 10 days. 10 ദിവസം കഴിയുമ്പോൾ വിസയും പ്ലെയിൻ ടിക്കറ്റും അപ്പോയിൻമെൻറ്റ് ഓർഡറും നമ്മുടെ വീട്ടിൽ പോസ്റ്റ് ഓഫീസിലെത്തും. ഇവിടെയാണ് കളി. ഞങ്ങൾ പഠിച്ച പോലെ ആപ്ലിക്കേഷൻ അയച്ച് PSCക്ക് വെയിറ്റ് ചെയ്യണം നിങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് ഇതിനാണ് ബ്ലോ അപ്പ് ഇൻ്റർവ്യൂ, BLO ബ്ലോ അപ്പ് ഇൻ്റർവ്യൂ. ഈ ബ്ലോ അപ്പ് ഇൻ്റർവ്യൂവിൽ എങ്ങനെ ജോലി സെർച്ച് ചെയ്യണം, ഹൗ ടു സെർച്ച് ഫോർ എ ജോബ് ഓൺലൈൻ, ആ വിവരങ്ങൾ ഞാൻ പ്രിൻസിപ്പൽ അയച്ചു കൊടുത്തേക്കാം. നിങ്ങളത് നോക്കിയിട്ട് കൃത്യമായിട്ട് ഇങ്ങനെ വീട്ടിലിരുന്ന് ജോലി തപ്പുന്ന പരിപാടി പഠിക്കണം. ഏഴാമതായി അതാണ് ചെയ്യേണ്ടത്. എട്ടാമതായി നിങ്ങൾ വളരെ കൃത്യമായി അംബീഷൻ സെറ്റ് ചെയ്യണം. ജീവിതത്തിൽ ആരായിത്തീരണമെന്ന് അംബീഷൻ. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിങ്ങളെ ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. എൻ്റെ ഒരു സാറുണ്ടായിരുന്നു, മുടന്തനായിരുന്നു. ആ മുടന്തനായ സാറ് ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക് വടി ഇടിച്ചിടിച്ച് എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ ഫാദർ എന്നെ തുറച്ചൊന്ന് നോക്കി. സാധാരണ സ്കൂളിലെ ടീച്ചേഴ്സ് വീട്ടിൽ വരുന്നത് കുട്ടികൾ സ്കൂളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്നത് കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എൻ്റെ അച്ഛൻ എന്നെ തുറച്ചൊന്ന് നോക്കി. സാറ് വന്നു, ഇരുന്നു. എൻ്റെ അമ്മ ചായയൊക്കെ ഇട്ടുകൊണ്ട് കൊടുത്തു, കേക്ക് കൊണ്ട് കൊടുത്ത്. ആ സാറെൻ്റെ അപ്പനോട് പറഞ്ഞു, സാറേ, ഞങ്ങൾ ക്ലാസ്സിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പം മറ്റു കുട്ടികൾ പറയാത്ത ചോദ്യത്തിൻ്റെ ഉത്തരം സാറിൻ്റെ മോൻ പറയുന്നുണ്ട്. അതുകൊണ്ട് സാറൊരു കാര്യം ചെയ്യണം. എൻ്റെ ഫാദർ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. കോട്ടയത്തൊന്ന് പോയിട്ടേ മലയാളത്തിലൊരു എൻസൈക്ലോപീഡിയ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് വാങ്ങിച്ച് ഈ മോനോട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഒരു മുടന്തനായ സാറ് വടിയിടിച്ച് വീട്ടിൽ വന്ന് കഷ്ടപ്പെട്ട് പറഞ്ഞതല്ലേ. എൻ്റെ അപ്പം പിറ്റേ ദിവസം തുമ്പോണെന്ന് വണ്ടിയെടുത്ത് കോട്ടയത്ത് പോയി NBSൻ്റെ എൻസൈക്ലോപീഡിയ 10 വോളിയം വാങ്ങിച്ചെൻ്റെ മേശപ്പുറത്ത് കൊണ്ട് വെച്ചു. ഞങ്ങൾ 4 മക്കളുണ്ട്, എൻ്റെ മേശപ്പുറത്ത് കൊണ്ട് വെച്ചത്. എനിക്കിത് സംശയം ഉണ്ടാകുമ്പോൾ നോക്കുന്ന റെഫറൻസ് ഗ്രന്ഥമാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ഈ നോവൽ വായിക്കുന്നത് എല്ലാ ദിവസവും ഹോംവർക്ക് ചെയ്യും, കുറേ പേജ് വായിക്കും, അടയാളം വെക്കും. പിറ്റേ ദിവസം വീണ്ടും വായിച്ച് അടയാളം വെക്കും. സെക്കൻഡ് സാറ്റർഡേ സൺഡേക്ക് ഒരുപാട് വായിക്കാൻ സമയം കിട്ടും. ചുരുക്കം പറഞ്ഞാൽ 9, 10, 11, 12 4 വർഷം കൊണ്ട് +2 കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ എൻസൈക്ലോപീഡിയ വായിച്ച് കഴിഞ്ഞു. ശുദ്ധ വിവരക്കേടാണ്. എൻസൈക്ലോപീഡിയ വായിക്കാൻ എന്തൊരു വിവരക്കേടെന്നറിയാം. പക്ഷേ ആ വിവരക്കേടെൻ്റെ ജീവിതം മാറ്റിമറിച്ചു. ഞാൻ ഇന്ന് ഈ കസേര നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അന്ന് ആ 8ാം ക്ലാസ്സിലെ സാറ് ആ എൻസൈക്ലോപീഡിയൻ്റെ അപ്പനും കൊണ്ട് വാങ്ങിപ്പിച്ചതാണ്. ഞാൻ 9ാം ക്ലാസ് ആയപ്പോൾ സ്മാർട്ടായ ഒരു എലിസബത്ത് ടീച്ചർ ക്ലാസ്സിൽ വന്നു. ഞങ്ങളൊക്കെ ചക്കട്ടെടുത്ത് ശാന്തം സാറിന് ആ ടീച്ചറിൻ്റെ പേര് വിളിക്കുന്നത്. BSc BEd കഴിഞ്ഞ് സ്മാർട്ട്. ഇപ്പോഴേ ശ്രീമൂലം അസംബ്ലിയിലെ കുര്യൻ എന്ന് പറഞ്ഞ MLCയുടെ മോളാണ്. വന്നപ്പോൾ ഒരു 200 രൂപേൻ്റെ നോട്ട്ബുക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഓരോ ഷീറ്റ് കീറി ഞങ്ങളുടെ എല്ലാം കൈ തന്നു. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താവണമെന്ന് എഴുതിത്തരാൻ പറഞ്ഞു. 50 കുട്ടികൾ 46 എണ്ണത്തിന് 2 വാക്കറിയാവും. ഡോക്ടർ എഞ്ചിനീയറാണ്. ഞങ്ങൾ 4 പേര് മാത്രം വേറെ എഴുതി കൊടുത്തു. ഒരുത്തൻ പൈലറ്റെന്ന് എഴുതി കൊടുത്തു, ഒരുത്തൻ സബ് ഇൻസ്പെക്ടർ എന്ന് എഴുതി കൊടുത്തു. ഞാൻ അതിൻ്റെ അടിയിലോട്ട് എഴുതി കൊടുത്തു MA PhD IAS.
ടീച്ചർ ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കി, പിന്നെ ഈ പേപ്പർ നോക്കിയിട്ട് എൻ്റെ മുഖത്തോട്ട് തുറിച്ചൊന്ന് നോക്കും. ഒന്നും മിണ്ടിയല്ലേ ടീച്ചർ. ക്ലാസ് കഴിഞ്ഞ് ടീച്ചർ അങ്ങോട്ട് ഇറങ്ങി പറഞ്ഞു, മോനിഞ്ഞ് വരാൻ പറഞ്ഞു. എന്നെ പിടിച്ച് ഇറക്കി നേരെ നടത്തി സ്റ്റാഫ് റൂമിൻ്റെ അവിടെ കൊണ്ടുവന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, മോനെ തന്നെ കളിയാക്കാൻ എഴുതാണോ? ഞാൻ പറഞ്ഞു, പൊന്നു സാറേ, ടീച്ചറിനെ കളിയാക്കിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? ടീച്ചർ എഴുതാൻ പറഞ്ഞു, എൻ്റെ ആഗ്രഹം ഞാൻ എഴുതി. ആ ടീച്ചർ 2 കൈയും പൊക്കി എൻ്റെ തലയിലോട്ട് വെച്ച് ഒരൊറ്റ അനുഗ്രഹം. മോൻ ഈ ആഗ്രഹിച്ചതെല്ലാം മോന് കിട്ടാനിടയാവട്ടെ, ഈശ്വരൻ അനുഗ്രഹിക്കേണ്ടത് ഒരൊറ്റ അനുഗ്രഹം. അന്ന് ഞാൻ ഒരമ്മയെന്ന് എഴുതി കൊടുത്തുള്ളൂ, ഞാൻ 4 അമ്മ എടുത്തു. ഞാൻ 1 PhD എഴുതി കൊടുത്തുള്ളൂ, 2 PhD എടുത്തു. IAS പരീക്ഷ 1 തവണ എഴുതണമെന്ന് പാസ്സാവാൻ പരിപാടിച്ചിട്ടുള്ളൂ, 2 തവണ IAS പാസ്സായി. അപ്പോൾ 9ാം ക്ലാസ്സിൽ ടീച്ചർ വന്ന് ഇങ്ങനെ ഒരു അംബീഷൻ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അന്ന് എൻ്റെ തലയെ കൈവച്ച് അനുഗ്രഹിച്ചത് എൻ്റെ ജീവിതം മുഴുവൻ മാറ്റി. നിങ്ങൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ വരുന്ന 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ വരുന്നൊരു ടീച്ചറായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്നത്. ആ ടീച്ചറിൻ്റെ ആ ഇടപെടൽ ഈശ്വരൻ്റെ ഒരു വഴി കാണിക്കലാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ സ്കൂളിൻ്റെ നിന്ന് വഴിതിരിഞ്ഞ് പോയി വലിയ നിലകളിലെത്താൻ അംബീഷൻ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കണം. ഒമ്പതാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിങ്ങനെ പഠിക്കുമ്പോൾ ആ ലക്ഷ്യബോധം ഇട്ട് കഴിഞ്ഞാൽ ജീവിതത്തിനൊരു ടൈം ടേബിൾ ഉണ്ടാക്കണം. വളരെ കൃത്യമാണ്. ജീവിതത്തിലെ വലിയ പരീക്ഷകളൊക്കെ എഴുതാൻ 32 വയസ്സ് വരെ പറ്റൂ. ഈവൻ സിവിൽ സർവീസ് 32 വയസ്സ് വരെ പറ്റൂ. IAS പരീക്ഷ 32 വയസ്സ് വരെ പറ്റൂ. റിസർവ് ബാങ്കിൻ്റെ ഓഫീസർ ടെസ്റ്റ് 32 വയസ്സ് വരെ പറ്റൂ. വലിയ പരീക്ഷയൊക്കെ 32 വയസ്സ് വരെ പറ്റുള്ളൂ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി ഇപ്പോൾ 8, 5, 13 വയസ്സായി. കുട്ടിക്കിനി ജീവിതത്തിൽ 32 വയസ്സുള്ള പരീക്ഷ എഴുതാൻ ഇനി ഈശ്വരൻ തന്നിരിക്കുന്ന സമയം 19 വർഷം കൂടിയാണ്, 2043 വരെ. അപ്പോൾ ഈ 2024 മുതൽ 2043 വരെ ഏതൊക്കെ പരീക്ഷ ഏതാണ്ടിൽ എഴുതണം കൃത്യമായ ഒരു കണക്ക് വേണം ആ കുട്ടിക്ക്. 2026 10ാം ക്ലാസ്സിലെ പരീക്ഷ, 2028 +2ൻ്റെ പരീക്ഷ, 2031 ഡിഗ്രി പരീക്ഷ, MBBS എഞ്ചിനീയറിംഗ് 2032 ഫൈനൽ പരീക്ഷ, 2033 ആകുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ, 2037 ആകുമ്പോൾ MPhil, 2039 ആകുമ്പോൾ PhD. കറക്റ്റ് പോകണം. IAS പരീക്ഷ 24 വയസ്സ് IAS പരീക്ഷ എഴുതണം. ശരി, അപ്പോൾ ഇനി 11 വർഷം കഴിഞ്ഞ് 2035 IAS പരീക്ഷ എഴുതണം. ജീവിതത്തിനൊരു ടൈം ടേബിൾ വേണം. ഈ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ തയ്യാറെടുക്കണം. പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ പുസ്തകം കിട്ടുന്ന നോട്ട്ബുക്ക് കിട്ടത്തില്ല. നിങ്ങളിപ്പോൾ നെറ്റിലോട്ട് കയറിയാൽ സിലബസ്, കഴിഞ്ഞ 5 കൊല്ലം വന്ന ക്വസ്റ്റ്യൻ പേപ്പർ, അതിൻ്റെ മോഡൽ ആൻസർ ഷീറ്റ്, പഠിക്കാനുള്ള പുസ്തകങ്ങൾ, കമ്പൽസറി റീഡിങ്, റെക്കമെൻഡഡ് റീഡിങ് എല്ലാം കമ്പ്യൂട്ടറിൽ കിടപ്പുണ്ട്. പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്താൽ മതി, വളരെ സിമ്പിളായിട്ട്. എന്നിട്ട് ആ പരീക്ഷകൾ ടൈം ടേബിൾ അനുസരിച്ച് ആടിച്ച് മുന്നിൽ കയറി പോകണം. 24 വയസ്സിൽ IAS കിട്ടിയോ? നിർത്തിക്കോ. ബാക്കി 11 കൊല്ലത്തെ പരീക്ഷ 17 കൊല്ലത്തെ പരീക്ഷ എഴുതണ്ട. പക്ഷേ 2042 വരെ കൃത്യമായി ടൈം ടേബിൾ ഉണ്ടാക്കി നിങ്ങൾ മുമ്പോട്ട് പോയാൽ ഭൂമിയിലെ ഒരു ശക്തിക്കും നിങ്ങളെ തടയാൻ പറ്റത്തില്ല. ദൈവം തമ്പുരാൻ തടഞ്ഞെങ്കിൽ തടഞ്ഞു. ഈ ഓഡിറ്റോറിയത്തിലുകൊണ്ട് നിങ്ങളിപ്പോൾ തീരുമാനിക്കുന്നു എനിക്ക് അവിടെ ചെല്ലണം തീരുമാനിച്ചാൽ ഭൂമിയിൽ ഒരു ശക്തി നിങ്ങളെ തടയില്ല. നിങ്ങളവിടെ ചെന്നിരിക്കും. ഈ ടൈം ടേബിൾ ഉണ്ടാക്കുന്നത് 9ാമത്തെ വയസ്സിൽ ടീച്ചറിൻ്റെ സഹായത്തോടുകൂടി, അമ്മയുടെ സഹായത്തോടുകൂടി കൃത്യമായി ടൈം ടേബിൾ ഉണ്ടാക്കണം. ഉണ്ടാക്കി ജീവിതത്തിലെ വലിയ നിലകളിൽ എത്തിച്ചേരണം. 10ാമതായി ദിവസത്തിൻ്റെ ടൈം ടേബിളാണ്. ലോകത്തിൽ ദൈവം ഒരുപാട് പക്ഷഭേദം കാണിച്ചിട്ടുണ്ട്. ചിലരെ കോടീശ്വരന്മാരുടെ മക്കളാക്കി, ചിലരെ വലിയ ഉദ്യോഗസ്ഥരുടെ മക്കളാക്കി, ചില സ്ത്രീകൾക്ക് ഭയങ്കര സൗന്ദര്യം, പല പരിപാടി ദൈവം കാണിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവം പക്ഷഭേദം കാണിക്കാത്തൊരു സാധനമുണ്ട്, സമയം. ആൽബർട്ട് ഐൻസ്റ്റീന് 24 മണിക്കൂർ സമയം, അമേരിക്കൻ പ്രസിഡന്റിന് 24 മണിക്കൂർ സമയം, നിങ്ങൾക്കും എനിക്ക് 24 മണിക്കൂർ സമയം. ഈ 24 മണിക്കൂർ സമയത്തെ ദൈവം തമ്പുരാനൊന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വർക്ക് 8 മണിക്കൂർ, ഉല്ലാസം റിക്രിയേഷൻ 8 മണിക്കൂർ, ഉറക്കം 8 മണിക്കൂർ. ഇങ്ങനെയാണ് ദൈവം തമ്പുരാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുന്നത് വരെ ഈ ടൈം ടേബിൾ ഒന്ന് മാറ്റണം. 8 മണിക്കൂർ ഉറക്കം 5 മണിക്കൂറായി കുറയ്ക്കണം. രാത്രി 11 മണിക്ക് കിടന്നുറങ്ങണം, വെളുപ്പിന് 4 മണിക്ക് ഉണരണം. നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മമുഹൂർത്തേ ഉത്തിഷ്ഠേ, ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരണം, വെളുപ്പിന് 4 മണിക്ക് ഉണരണം. എന്താണ് അതിൻ്റെ അർത്ഥം? ഡോക്ടർമാരത് കണ്ടുപിടിച്ചു. മനുഷ്യൻ്റെ തലച്ചോറിന് ഏറ്റവും ബുദ്ധി ഉണ്ടാകുന്ന വെളുപ്പാങ്കാലത്ത് 4 മണി തൊട്ട് 6 മണി വരെയാണ്. ആ സമയത്ത് എഴുന്നേറ്റ് പഠിക്കുന്ന കുട്ടികൾക്കാണ് ഫസ്റ്റ് റാങ്ക് A+ എല്ലാം വന്ന് ചേരുന്നത്.
ആ സമയത്ത് നമ്മുടെ തലച്ചോറിനെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഋഷിമാർ പറഞ്ഞത് ബ്രഹ്മ മുഹൂർത്തെ ഉത്തിഷ്ഠേ, 4 മണിക്ക് ഉണരണം. അപ്പോൾ 11 മണിക്ക് കിടന്ന് 4 മണിക്ക് ഉണരണം. നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞ വലിയ തത്വം സാഹിബിന് മനസ്സിലായി. സാഹിബിൻ്റെ പ്രസിദ്ധമായ ആപ്തവാക്യം ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി, വെൽത്തി ആൻഡ് വൈസ്. സാഹിബിനും വിവരം വന്നു. ഉല്ലാസം 8 മണിക്കൂർ, റിക്രിയേഷൻ 3 മണിക്കൂറായി കുറയ്ക്കണം. 3 മണിക്കൂർ. IAS കിട്ടിയിട്ട് 10 മണിക്കൂർ ഉല്ലസിച്ച മക്കളെ ഒരു കുഴപ്പമില്ല. പക്ഷേ ജീവിതത്തിൽ ലക്ഷ്യം കാണുന്നവരെ ഉല്ലാസം ഒരു 3 മണിക്കൂർ മതി. അപ്പോൾ നിങ്ങൾക്ക് 16 മണിക്കൂർ ബാക്കി കിട്ടും. രാവിലെ എഴുന്നിട്ട് വേഷം മാറി സ്കൂളിൽ വന്ന് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് ട്യൂഷൻ അറ്റൻഡ് ചെയ്ത് ഹോംവർക്കും ചെയ്ത് തീരുമ്പോൾ 8 മണിക്കൂർ പോകും. പിന്നെ ഒരു 8 മണിക്കൂർ ബാക്കിയാണ്. ആ 8 മണിക്കൂർ നിങ്ങൾ ഭൂമിയിൽ എന്ത് ചെയ്യുന്നുവോ അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ എവിടം വരെ ഉയരും നിശ്ചയിക്കുന്ന കാലഘട്ടം. അത് ആ ടൈം ടേബിൾ, ഡെയിലി ടൈം ടേബിൾ സെറ്റ് ചെയ്യണം, കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം. 11ാമത്, ഞങ്ങളൊക്കെ ഗുരുമുഖത്തു നിന്ന് മാത്രം കേട്ട് പഠിച്ചു. നിങ്ങൾക്ക് അത്ഭുതകരമായൊരു കാലം ഈശ്വരൻ തന്നിരിക്കുകയാണ്. ഞങ്ങളൊന്നും സ്വപ്നം കാണാത്ത കാലം. ക്ലാസ്സിൽ ടീച്ചറൊരു കാര്യം പഠിപ്പിച്ചു, മനസ്സിലായില്ല. വീട്ടിൽ വന്ന് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ്റെ കൺട്രി വൈഡ് ക്ലാസ് റൂമിൽ കയറണം, വിഷയം കൊണ്ട് അടിച്ചു കൊടുക്കണം. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് പ്രൊഫസർ ആ വിഷയം അടിച്ച് പറത്തി ഞങ്ങൾ പഠിപ്പിക്കും, കൃത്യമായിട്ട് മനസ്സിലാവും. അതല്ലെങ്കിൽ EMRC ഹൈദരാബാദ്, ഇലക്ട്രോണിക് മീഡിയ റിസർച്ച് സെൻ്റർ ഹൈദരാബാദിൽ ചെന്നിട്ട് അതിൻ്റെ സൈറ്റിൽ കയറണം, വിഷയം അടിച്ചു കൊടുക്കണം. ഇന്ത്യയിലെ വേറൊരു ബെസ്റ്റ് ടീച്ചർ ആ വിഷയം പഠിപ്പിക്കും, മനസ്സിലാവണം. കേരള ഗവൺമെൻറ് വിക്ടർ ചാനൽ 1 ഉണ്ട്, വിക്ടർ ചാനൽ 2 ഉണ്ട്, കേൾക്കാം. ഇനി ഞങ്ങളൊക്കെ പുസ്തകം കൈകൊണ്ടിങ്ങനെ പൊക്കി പിടിച്ച് വായിച്ചു. ഞാനൊക്കെ 16-18 മണിക്കൂർ ഇരുന്ന് വായിച്ചു. എനിക്കാരും പറഞ്ഞുതരാനില്ലായിരുന്നു. അവസാനം എൻ്റെ കൺപോള അങ്ങ് വീണുപോയി. ഈ കണ്ണ് 90% അടഞ്ഞിരിക്കുക, ഈ കണ്ണ് 70%. ഞാൻ ഈ കണ്ണാടി 2 ഇരുമ്പ് ഉപയോഗിച്ച് പൊക്കിക്കൊണ്ട് നടക്കുക. അമിതമായി വായിച്ച എൻ്റെ പരിണിത ഫലമാണ്. ആളുകൾ വിചാരിക്കാൻ ഞാൻ തുറച്ചു നോക്കുകയാണ്. പോലീസ് വളരെ നല്ലതായിരുന്നു, കള്ളന്മാരെ തുറച്ചു നോക്കി അവന്മാർക്ക് ഒരു പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് മനുഷ്യരെ നോക്കിയാലേ സ്ത്രീകളൊക്കെ വിചാരിക്കും ഇവനെന്തിനാടാ എന്നെ തുറച്ചു നോക്കുന്നതെന്ന്. ഗതികേട് നമുക്കല്ലേ അറിയാവും. നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്ക് പുസ്തകം ഇങ്ങനെ കണ്ണുകൊണ്ട് വായിക്കണ്ട, ചെവി കൊണ്ട് പുസ്തകം വായിക്കാം. ഓഡിയോ ബുക്ക് സീരീസിനകത്തോട്ട് കയറിയിട്ട് വായിക്കേണ്ട പുസ്തകം കൊണ്ട് അടിച്ചു കൊടുക്കുക. വെൽഡ്യൂറിൻ്റെ 12,000 പേജുള്ള വേൾഡ് ഹിസ്റ്ററി 6 മാസം എടുത്ത് ഞാൻ വായിച്ചു തീർക്കാൻ. നിങ്ങൾക്ക് ചാരുകസേര കയറി അങ്ങോട്ട് കിടന്നിട്ട് ഓഡിയോ ബുക്കിനകത്ത് കയറി Will Duran Story of Civilization, Volume 1, Our Oriental Heritage, Chapter 4, Indian Civilization. അടിച്ച് പറത്തി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ആയ പീറ്റർ സി പുസ്തകം ഇരുന്ന് വായിച്ച് കേൾപ്പിച്ചു തരും. കണ്ണിന് ജോലിയില്ല, ചെവി കൊണ്ട് പുസ്തകം കേൾക്കുകയാണ്. പീറ്റർ സി ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്കൊരു ഗുണമുണ്ട്. പുസ്തകം വായിച്ചു, ഇംഗ്ലീഷ് ഭാഷ എങ്ങനെ സംസാരിക്കണം, ഓരോ വാക്കും എങ്ങനെ ഉച്ചരിക്കണം നമുക്ക് മനസ്സിലാവും. എന്നെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് പണ്ടത്തെ 7ാം ക്ലാസ്സാണ് ഒരു സാറിനെ ഒരു വാക്ക് പഠിപ്പിച്ചു, കിഡ്നാപ്പ് എന്നൊരു വാക്ക് പഠിപ്പിച്ചു. 9ാം ക്ലാസ്സിൽ മിടുക്കിയായ ഒരു ടീച്ചർ എന്ന് പഠിപ്പിച്ചപ്പോഴാണ് കിഡ്നാപ്പ് എന്ന വാക്കിനെയാണ് മറ്റേ ആളെന്നെ കിഡ്നാപ്പ് എന്ന് പഠിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. ഈ ടീച്ചറിനെ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിലോ ഞാൻ DGP ആയിട്ട് വല്ലതും ചെന്ന് ആരുടെ ആ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുമെന്ന് ചോദിച്ചാൽ SI എൻ്റെ മുഖത്തൊക്കെ ചിരിക്കത്തില്ലായിരുന്നു, വിവരം കേട്ട DGP എന്ന് പറഞ്ഞ്. നിങ്ങൾക്ക് ഈ പ്രശ്നമില്ല. ഇപ്പം നിങ്ങൾക്ക് ഓഡിയോ ബുക്ക് കേൾക്കുമ്പം ഓരോ വാക്കും ഇങ്ങനെ പറയണം, മിഡ്ലാൻഡ് ഇംഗ്ലീഷ് എങ്ങനെ വായിക്കണം കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി അത് വീഡിയോ ആയിട്ട് കാണണം. യൂട്യൂബിനകത്തോട്ട് കയറി ഡോക്യുമെൻ്ററി സെക്ഷനിൽ കയറണം. 66 ലക്ഷം ക്ലാസ്സാണ്. 66 ലക്ഷം, ഒന്നിനോടൊന്നുമല്ല. വിഷയം കൊണ്ട് അടിച്ചു കൊടുത്താൽ ആ വിഷയത്തിൽ എത്ര എണ്ണം ഉണ്ടെന്ന് അപ്പോഴേ സ്ക്രീനിൽ വരും. ഒരെണ്ണത്തിൽ തൊട്ടാൽ മതി, അതപ്പോഴേ വീഡിയോ ക്ലാസ് കേൾക്കാം. സുഖം പരിപാടി. ഇനി പുസ്തകം മുഴുവൻ വായിക്കണോ? വേണ്ട. ഞങ്ങളെല്ലാം കുത്തിയിരുന്ന് പുസ്തകം മുഴുവൻ വായിച്ചു തീർത്തു. നിങ്ങൾക്കോ ബ്ലിങ്കിസ്റ്റ് എന്നൊരു സാധനമുണ്ട്, BLINKIST. ഏത് പുസ്തകം അടിച്ചു കൊടുത്താലും 5 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ സമ്മറി 5 പേജിൽ ഇഞ്ച് ഇറങ്ങി വരും. ഞാൻ ലിയോ ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ് 3000 പേജ് വായിച്ചു തീർക്കാൻ 3 ആഴ്ച മെനക്കെട്ട് ഞാൻ, 22 ദിവസം. നിങ്ങൾക്ക് അതിനകത്തോട്ട് കയറി വാർ ആൻഡ് പീസ് ലിയോ ടോൾസ്റ്റോ ഇംഗ്ലീഷ് 5 മിനിറ്റ് കഴിയുമ്പോൾ 3200 പേജുള്ള വാർ ആൻഡ് പീസ് ടക്കേന്ന് താഴെ വരും. സുഖമായിട്ടങ്ങ് വായിക്കാം. ബ്ലിങ്കിസ്റ്റ്. പണ്ട് ഞങ്ങളൊക്കെ നോൺ ഡീറ്റെയിൽഡ് പഠിക്കാൻ 2 മാസം മെനക്കെട്ടിരുന്നു. നിങ്ങൾക്ക് 1 മണിക്കൂർ
ഡേവിഡ് കോപ്പർഫീൽഡ് സമ്മറി പോസിബിൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. ഡേവിഡ് കോപ്പർഫീൽഡിൻ്റെ സമ്മറിയും വരും, വരാൻ സാധ്യതയുള്ള ചോദ്യവും ഉത്തരവും ടക്കെന്ന് സ്ക്രീനിൽ വരും. 1 മണിക്കൂർ നോട്ട് ഡീറ്റെയിൽ കഴിഞ്ഞ് ഞങ്ങളൊക്കെ 2 മാസം മെനക്കെട്ട നോട്ട് ഡീറ്റെയിലിൻ്റെ പഠിത്തം. പൊന്നുമക്കളെ, ഞങ്ങളൊന്നും സ്വപ്നം കണ്ടില്ല ഇങ്ങനെ ലോകം ഈ ഭൂമിയിൽ ഉണ്ടാവുന്നത്. ഇംഗ്ലീഷൊരു പുസ്തകം മലയാളത്തിൽ സമ്മറി വേണം. കുക്കു ആപ്പിനകത്തോട്ട് കയറണം. KU കുക്കു ആപ്പിനകത്തോട്ട് കയറി ഇംഗ്ലീഷ് പുസ്തകത്തിന് പേരടിച്ചു കൊടുത്താൽ ആ പുസ്തകത്തിൻ്റെ സമ്മറി മലയാളത്തിൽ ഉടനെ സ്ക്രീനിൽ വരും സുഖമായിട്ട്. ബിബ്ലിയോഗ്രഫി സെർച്ച്, നമ്മൾ പഠിക്കുന്ന വിഷയത്തെപ്പറ്റി എത്ര പുസ്തകം ഈ ഭൂമിയിൽ എഴുതിയിട്ടുണ്ടാ ഒറ്റ അടി കൊടുത്താൽ അപ്പോഴേ ഇറങ്ങി വരും ബിബ്ലിയോഗ്രഫി സെർച്ച്. എൻസൈക്ലോപീഡിയ സെർച്ച്, പണ്ട് ഞങ്ങളൊക്കെ ഒരു എൻസൈക്ലോപീഡിയ നോക്കണമെങ്കിൽ തുമ്പോണ്ട് നിന്നൊരു ബസ് കയറി പന്തളത്തിറങ്ങി, അവിടെ നിന്നൊരു ബസ് കയറി 3 മണിക്കൂർ യാത്രയിൽ തിരുവനന്തപുരത്ത് ഇറങ്ങി, യൂണിവേഴ്സിറ്റി ലൈബ്രറി 2ാം നിലയിൽ ചെന്ന് അവിടെ സെർച്ചിന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇരുമ്പ് ഗേറ്റുള്ളൊരു ഗേറ്റുണ്ട്, അതിനകത്ത് കയറി ഗേറ്റ് പൂട്ടിയിട്ട് വായിക്കാൻ തരും. നമ്മൾ ഇറങ്ങിയിട്ട് വീണ്ടും പൂട്ട് പറഞ്ഞ് നമ്മളെ പുറത്തിറക്കും. നിങ്ങൾക്ക് ബെഡ്റൂമിൽ കൈലി എടുത്തുകൊണ്ടങ്ങോട്ട് ഇരുന്നിട്ട് എൻസൈക്ലോപീഡിയ സെർച്ച് അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടാനിക്ക, അമേരിക്കാന, കോളിയേഴ്സ്, വേൾഡ് ബുക്ക് 4 എൻസൈക്ലോപീഡിയയിൽ ആ വിഷയത്തെപ്പറ്റി എന്ത് പറയുന്നു ടക്ക് എന്ന് ഇറങ്ങി വരും എൻസൈക്ലോപീഡിയ സെർച്ച്. പിന്നെ ക്ലൗഡ് ലൈബ്രറി, ഞങ്ങളൊക്കെ ലൈബ്രറിയിൽ പോയി പുസ്തകം വായിച്ച് പൊക്കിപ്പിടിച്ച് വായിച്ച്, നിങ്ങൾക്കോ ആകാശമേഘങ്ങളിൽ ലൈബ്രറി ഇരിക്കുകയാണ്. ക്ലൗഡ് ലൈബ്രറിയിൽ കയറി 28 കോടി പുസ്തകമാണ്. 28 കോടി പുസ്തകത്തിൻ്റെ പേരങ്ങോട്ട് പറഞ്ഞാൽ പുസ്തകം ഉടനെ സ്ക്രീനിൽ വരും. E=mc² ഞങ്ങളെ സാറന്മാർ ബോർഡിൽ എഴുതി പഠിപ്പിച്ചു. നിങ്ങൾ E=mc² അടിച്ചാൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ സ്വന്തം പേന വെച്ച് നോട്ട്ബുക്കിൽ E=mc² ഡിറൈവ് ചെയ്ത് അപ്പോഴേ സ്ക്രീനിൽ വരും. പണ്ട് ഞങ്ങളുടെ ബിഷപ്പ്മാർ റോയിൽ പോകും. മാർപ്പാപ്പയുടെ ലാട്രൻ കൊട്ടാരത്തിന് അടിയിൽ ഭൂഗർഭ അറയിലിരിക്കുന്ന കോഡ സിനായറ്റിക്കസ് കണ്ടിട്ട് വരും. വലിയൊരു ക്രെഡിറ്റാണ്. നമ്മുടെ മക്കളോ ക്ലൗഡ് ലൈബ്രറി കയറി കോഡ സിനായറ്റിക്കസ് ലൂക്കോസിന് സുവിശേഷം 3-ാം അധ്യായം എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയുടെ ലാട്രൻ കൊട്ടാരത്തിന് ഭൂഗർഭ അറയിരിക്കുന്ന കോഡ സിനായറ്റിക്കസിൻ്റെ ലൂക്കോസിന് സുവിശേഷം അപ്പോഴേ സ്ക്രീനിൽ വരും. പൊന്നുമക്കളെ, ഞങ്ങളൊന്നും സ്വപ്നം കണ്ടില്ല ഇങ്ങനെ ലോകം ഈ ഭൂമിയിൽ ഉണ്ടാവുമെന്ന്. ഇപ്പോൾ ചാറ്റ് GPT എന്നൊരു സാധനം ഇറങ്ങുക. എൻ്റെ അമ്മ ഇത് കണ്ടുപിടിച്ചോണ്ട് സമ്മതിക്കണം. പണ്ട് ഞങ്ങൾ ലേഖനം എഴുതണമെങ്കിൽ 2-3 ദിവസം മെനക്കെട്ട് പോയിൻ്റൊക്കെ കളക്ട് ചെയ്ത് രാത്രി ഒരു 10 മണിക്കിരുന്ന് എഴുതി രാത്രി 1 മണിയാകുമ്പോൾ ലേഖനം തീർത്തിട്ട് രാവിലെ അത് പോസ്റ്റിൽ അയച്ചു കൊടുക്കും. ഇപ്പോഴോ വിഷയം അടിച്ചു കൊടുത്തിട്ട് ലേഖനം പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ 5 മിനിറ്റ് കഴിയുമ്പം ചാറ്റ് GPT ലേഖനം ടക്കടക്കടക്കെ എന്ന് ഇറങ്ങി വരും. പ്രസംഗിക്കണം, വിഷയം കൊടുത്തിട്ട് എഡ്യൂക്കേറ്റഡ് ഓഡിയൻസ് ആണോ, സ്കൂൾ ഓഡിയൻസ് ആണോ, ഇല്ലിറ്ററേറ്റ് ഓഡിയൻസ് ആണോ എന്ന് പറഞ്ഞാൽ മതി. അതനുസരിച്ച് പ്രസംഗം ഇറങ്ങി വരും. പ്രസംഗിക്കണമെന്ന് പറഞ്ഞാൽ പ്രസംഗിക്കും. നമുക്ക് ലിംഗം സെലക്ട് ചെയ്യാം. മെയിൽ എന്ന് പറഞ്ഞാൽ സാഹിബ് പ്രസംഗിക്കും, ഫീമെയിൽ എന്ന് പറഞ്ഞാൽ മദാമ പ്രസംഗിക്കും. സാധാരണ ആമ്പിള്ളാരെ മദാമയെ കൊണ്ട് പ്രസംഗിപ്പിക്കും, പെമ്പിള്ളാരെ സാഹിബിനെ കൊണ്ട് പ്രസംഗിക്കും. അത് ദൈവത്തിന് പറഞ്ഞാൽ കളിയാ, ഓപ്പോസിറ്റ് സെക്സിനെ കൊണ്ട് പ്രസംഗിപ്പിക്കുക. പൊന്നുമക്കളെ, ഞങ്ങളൊന്നും ഇങ്ങനൊരു ഭൂമിയിൽ ഇങ്ങനൊരു ലോകമൊന്നും സ്വപ്നം കണ്ടതല്ല. നിങ്ങൾ ഈ ഇലക്ട്രോണിക് ലേണിംഗ് പഠിച്ചില്ലെങ്കിൽ ജീവിതത്തിലൊന്നും ആവില്ല. നിങ്ങൾ മത്സര പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങളോട് മത്സരിക്കുന്ന കുട്ടി ഈ ഇലക്ട്രോണിക് ലേണിംഗ് കഴിഞ്ഞു വന്ന കുട്ടിയാണ്. നിങ്ങളങ്ങനെ പഠിക്കാതെ പോയാൽ അവൻ നിങ്ങളെ അടിച്ച് പപ്പടം കളയും. അതുകൊണ്ട് ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴേ ഇലക്ട്രോണിക് ലേണിങ്ങിൻ്റെ 11 മെത്തേഡ്സ് അങ്ങോട്ട് മനസ്സിലാക്കി അത് വെച്ച് പഠിച്ച് മത്സര പരീക്ഷ എഴുതണം. ലോകത്തിൽ ആരും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റിയല്ല. അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയാൽ. പണ്ട് ഞങ്ങൾ വീടിനടുത്ത സ്കൂളിൽ പോയി പഠിക്കും, വീടിനടുത്തുള്ള കോളേജിൽ പോയി പഠിക്കും. നിങ്ങൾക്കോ 13 വിദേശ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുക്കാൻ വീട്ടിലിരുന്നാൽ മതി, എങ്ങും പോണ്ട. 495 ഡിഗ്രി എടുക്കാൻ വീട്ടിൽ ഇരുന്നാൽ മതി, ഒരു കോളേജിലും പോണ്ട. എൻ്റെ 7 ഡിഗ്രികളിൽ 6 ഞാൻ വീട്ടിലിരുന്ന് എടുത്താ, ഒരു കോളേജിലും പോയിട്ടില്ല. നിങ്ങൾക്ക് 495 ഡിഗ്രി അടുക്കളയിൽ ഇരുന്ന് എടുക്കാം. ഡിഗ്രി മൊബൈലിൽ കൂടെ, നെറ്റിലൂടെ. ഇനി ലോകത്തിലെ 48 രാജ്യങ്ങളിലായി 700 യൂണിവേഴ്സിറ്റി പോയി പഠിക്കാം. നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടി പോയി പഠിക്കാം, അതല്ലെങ്കിൽ സ്റ്റഡി ആൻഡ് മൈഗ്രേറ്റ് പ്രോഗ്രാമിൽ പോയി പഠിക്കാം, അല്ലെങ്കിൽ ലോൺ എടുത്ത് പോയി പഠിച്ചിട്ട് തിരിച്ചു വരാം. ഒന്നും ചെയ്യാം. അപ്പോൾ 48 രാജ്യങ്ങളിലായി 700 യൂണിവേഴ്സിറ്റി ഏതൊക്കെയാണെന്ന് ഞാൻ പ്രിൻസിപ്പലിന് അയച്ചു കൊടുത്തേക്കാം. നിങ്ങളും തപ്പുക, ഏത് രാജ്യം വേണം, ഏത് യൂണിവേഴ്സിറ്റി വേണം, പോയി പഠിച്ച് പറഞ്ഞ് തിരിച്ചു വരാൻ പറ്റും. ഇതാണ് ഇന്നത്തെ ലോകം. ആ വലിയ ലോകത്തിലേക്ക് നിങ്ങൾ തയ്യാറെടുത്തിരിക്കണം.
അങ്ങനെ തയ്യാറെടുത്ത് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളൊരു 3 കാര്യം ലക്ഷ്യം വെച്ചേക്കണം. 1, 30 വയസ്സ് വരെ നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ അഡ്രസ്സിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. പ്രയാറിലെ ഗോപാലകൃഷ്ണൻ്റെയും സരസ്വതി അമ്മയുടെയും മകൾ ഇതാണ് നിങ്ങളുടെ അഡ്രസ്സ്. 30 വയസ്സ് കഴിഞ്ഞാൽ അപ്പൻ്റെ അമ്മയുടെ അഡ്രസ്സ് നിങ്ങൾ മാറ്റണം. നിങ്ങളുടെ അപ്പൻ റോഡെ നടന്നു പോകുമ്പോൾ ജനം പറയും, ഓ ഇത് നമ്മുടെ തൃശ്ശൂർക്കാർക്കുള്ള അപ്പനാണ് കേട്ടോ ആ പോന്നേ എന്നത്. നിങ്ങളുടെ അമ്മ റോഡേ പോകുമ്പോൾ കഴിഞ്ഞ മാസം പ്രസിഡന്റ് മെഡൽ കിട്ടിയ ആളില്ലേ, അവൻ്റെ അമ്മയാ താണ്ടി ഈ പോന്നേ, ഇവിടുത്തെ തഹസീൽദാരുടെ അമ്മയാ ഈ പോന്നേ. നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ അഡ്രസ്സ് മാറും. 30 വയസ്സിൽ അപ്പൻ്റെ അമ്മയുടെ അഡ്രസ്സ് നടന്നോ, 30 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളുടെ കെയർ ഓഫിൽ അറിയപ്പെടണം. അവിടെയാണ് മക്കളെ ക്രെഡിറ്റ്. അത് ലക്ഷ്യം വച്ചിരിക്കണം. 2, നിങ്ങളെ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു 25,000 കുട്ടികളെ കാണും. 1,500 കുട്ടി ഒരു വർഷം ഇവിടെ പഠിക്കുക, 25,000 കുട്ടികളെ കാണും. ഇത്രയും കുട്ടികളെ ഓർത്തിരിക്കാൻ ഏതെങ്കിലും ടീച്ചറിന് പറ്റുമോ? പറ്റിയല്ല. പക്ഷേ എല്ലാ ടീച്ചർമാരും ഒരു 150-200 കുട്ടികളെ പേരും നമ്പറും ഏത് ക്ലാസ്സിൽ പഠിപ്പിച്ചു എന്നും കൃത്യമായിട്ട് ഓർത്തിരിക്കും. അവരുടെ അധ്യാപന കാലത്തെ സ്വർണ്ണ മെഡലുകളാണ് ആ കുട്ടികൾ. ടീച്ചർ രാവിലെ പത്രം വായിക്കും, പ്രസിഡന്റ് മെഡൽ ഡിക്ലെയർ ചെയ്യുകയാണ്. ടീച്ചർ ഈ പ്രസിഡന്റ് മെഡൽ കിട്ടിയ കുട്ടിയെ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ച. IAS റിസൾട്ട് വരും, ടീച്ചർമാരിങ്ങനെ നോക്കും റിസൾട്ട്. ആ ടീച്ചർ പഠിപ്പിച്ച ഏതെങ്കിലും കുട്ടി ഉണ്ടെങ്കിൽ ടീച്ചർ പറയും, ഈ കുട്ടിയെ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഈ IAS കിട്ടിയ കുട്ടിയെ. ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകളിലിരുന്ന് ഉന്നത നിലങ്ങളിലെത്തിയ കുട്ടികളുണ്ടല്ലോ, അവരാണ് ടീച്ചേഴ്സിൻ്റെ കിരീടത്തിലുള്ള സ്വർണ്ണ മെഡൽ കിരീടം. അങ്ങനെ നിങ്ങളുടെ ടീച്ചേഴ്സ് മരണം വരെ ഓർത്തിരിക്കുന്ന അവരുടെ അധ്യാപന കാലത്തെ അഭിമാന ഭാജനങ്ങളായി മാറാൻ ഓരോ കുട്ടിയും പ്രതിജ്ഞ എടുക്കണം. ഓരോ കുട്ടിയും. 3, നിങ്ങൾ ജനിച്ചു വളർന്ന ഗ്രാമം, ആ ഗ്രാമത്തിൽ ഇതുവരെ ഏറ്റവും പൊക്കത്തിൽ പോയ ആരാന്ന് കണ്ടുപിടിക്കണം. ഏറ്റവും ഉയരത്തിൽ പോയ ആൾ ആരാന്ന് നിങ്ങൾ തീരുമാനിക്കണം. അവൻ്റെ ഒരു പടി മേളിൽ ഞാൻ കയറും. ഏറ്റവും കൂടുതൽ പോയവനുണ്ടല്ലോ, അവൻ്റെ ഒരു പടി മേളിൽ ഞാൻ കയറും. അങ്ങനെ തീരുമാനിച്ച് നിങ്ങൾ പുറപ്പെടാറുണ്ടല്ലോ, നിങ്ങൾ അവൻ്റെ ഒരു പടി മേളിൽ കയറിയിരിക്കും. ഞാൻ ജനിച്ച പഞ്ചായത്തിൻ്റെ ചരിത്രം 30 കൊല്ലം കഴിഞ്ഞ് ആരെങ്കിലും എഴുതിയാൽ എൻ്റെ പേര് പറയാതെ ആ പഞ്ചായത്ത് ചരിത്രം എഴുതാൻ പാടില്ല. ഇതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ നിങ്ങൾ വളർന്നുണ്ടല്ലോ, നിങ്ങളുടെ പേര് പരാമർശിക്കാതെ ആ പഞ്ചായത്ത് ചരിത്രം എഴുതില്ല. അപ്പോൾ 30 വയസ്സ് കഴിഞ്ഞ് അപ്പൻ്റെ അമ്മയുടെ അഡ്രസ്സ് മാറ്റുന്ന നിങ്ങളുടെ ടീച്ചേഴ്സ് മരണം വരെ അവരുടെ അധ്യാപന കാലത്തിൻ്റെ സുവർണ്ണ രത്നങ്ങളായി കരുതുന്ന നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മഹാനായ വ്യക്തിയായി മാറി ആ പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്ന കുട്ടിയാവാൻ ഈ ഓഡിറ്റോറിയത്തിലിരിക്കുന്ന ഓരോ കുട്ടിയും തീരുമാനിക്കണം. 20 കൊല്ലം കഴിഞ്ഞ് ഈ സ്കൂളിൻ്റെ ആനിവേഴ്സറിക്ക് ഒരു ചീഫ് ഗസ്റ്റിനെ വേണം. ടീച്ചേഴ്സ് ആദ്യം തപ്പുന്ന ആരാന്നറിയാമോ? ഓൾഡ് സ്റ്റുഡൻസിൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും വലിയ പുള്ളി ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ നിങ്ങളെ ക്ഷണിച്ച് ഇപ്പോൾ ഈ ഓഡിയൻസിലിരിക്കുന്ന നിങ്ങളെ ഈ സ്റ്റേജിൽ വിളിച്ച് മുഖ്യ അതിഥിയായി ഇവിടെ ഇരുത്തും. അന്ന് നിങ്ങൾ പ്രസംഗിക്കുന്ന അന്നത്തെ കുട്ടികൾ കേട്ടിരിക്കും, ഓ നമ്മുടെ മുൻഗാമി ഈ സ്കൂളിൽ പഠിച്ചവനാണ്, അതുകൊണ്ട് ആ പ്രസംഗിക്കുന്ന ആൾ. അതൊരു അനുഭവമാണ് മക്കളെ. അതുകൊണ്ട് ഈ സ്കൂളിൻ്റെ അഭിമാന ഭാജനങ്ങളായ ഓൾഡ് സ്റ്റുഡൻസായി മാറാൻ 12ഓളം സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു. അതിലേതൊക്കെ വേണോ നിങ്ങൾ തീരുമാനിക്കുക. ആ സ്റ്റെപ്പുകൾ ചെയ്ത് ഈ നാടിൻ്റെ ഈ സ്കൂളിൻ്റെ അധ്യാപകരുടെ അഭിമാന ഭാജനങ്ങളായി മാറാൻ ഇവിടുത്തെ കുട്ടികൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ടീച്ചേഴ്സിന് യാത്രയയപ്പ് നൽകപ്പെടുകയാണ്. ടീച്ചേഴ്സ് ഒരിക്കലും റിട്ടയർ ചെയ്യുന്നില്ല. ബാക്കി എല്ലാ ജോലിയും റിട്ടയർമെൻ്റ് ഉണ്ട്. ടീച്ചേഴ്സ് റിട്ടയർ ചെയ്യുന്നില്ല. ടീച്ചേഴ്സ് നെവർ റിട്ടയർ. ഞങ്ങളെയൊക്കെ മാർഗവൻസ് കോളേജിൽ പഠിപ്പിച്ച ഒരു നാരായണൻ നായർ സാറുണ്ടായിരുന്നു. സാറിന് 84 വയസ്സായി. എൻ്റെ 2 കൂട്ടുകാർ അദ്ദേഹത്തെ കാണാൻ പോയി. എന്നിട്ട് എന്നെ വിളിച്ച്, അലക്സേ ഞങ്ങൾ നാരായണൻ നായർ സാറിനെ കാണാൻ പോയിരുന്നു, ആരോഗ്യമായിട്ടിരിക്കുന്നു കേട്ടോ. നാരായണൻ സാറിന് 84 വയസ്സുണ്ട്. റിട്ടയർ ആയിട്ട് 28 കൊല്ലമായി. 28 കൊല്ലം. അപ്പോഴും അദ്ദേഹത്തെ വിളിക്കുന്ന പേരെന്താണെന്നറിയാമോ? നാരായണൻ നായർ സാർ. കഴിഞ്ഞ കൊല്ലം ഈ നാരായണൻ നായർ സാറ് 100 വയസ്സ് പൂർത്തിയാക്കി മരിച്ചുപോയി. ഞാനങ്ങ് ഹൈദരാബാദിലായിരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ല. ശവദാഹമൊക്കെ കഴിഞ്ഞ് 2 കൂട്ടുകാർ പോയിരുന്നു. അവരെന്നെ വിളിച്ച്, അലക്സ് എവിടെ പോയി അലക്സേ? ഞാൻ പറഞ്ഞു, ഞാൻ ഹൈദരാബാദിലാടൂ. അലക്സ് അറിഞ്ഞില്ലേ, നാരായണൻ നായർ സാർ മരിച്ചുപോയി. ഇന്നലെ ആയിരുന്നു ശവദാഹം. ഒരുപാട് കുട്ടികൾ വന്നിരുന്നു കേട്ടോ നാരായണൻ സാറിൻ്റെ ശവദാഹത്തിന്.
നാരായണൻ സാർ മരിച്ച് പട്ടടയെ വെച്ച് നാരായണൻ സാർ ഭസ്മമായി. ആ ഭസ്മത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നറിയാമോ? നാരായണൻ നായർ സാറെന്ന്. ഒരു പ്രധാനമന്ത്രിയെയും ഒരു മുഖ്യമന്ത്രിയെയും ഒരു ചീഫ് സെക്രട്ടറിയെയും ഒരു DGPയെയും അധികാരമല്ലേ ഒരുത്തനും സാറെന്ന് വിളിക്കുകയല്ല. പക്ഷേ റിട്ടയർ ചെയ്യുന്ന ടീച്ചേഴ്സ് ഇന്ന് റിട്ടയർ ചെയ്താലും ശരി, പതിറ്റാണ്ടുകൾക്ക് ശേഷവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവർ ടീച്ചറാണ്. അവർ മരിച്ചു കഴിഞ്ഞാലും നിങ്ങളവരെ വിളിക്കും ഇന്ന ടീച്ചർ, പേര് ഏത് ടീച്ചർ എന്ന് വിളിക്കും. അവിടെ ടീച്ചേഴ്സ് നെവർ റിട്ടയർ. മരിച്ചു കഴിഞ്ഞാലും സാറന്മാരായി തുടരുന്ന ഏക ജനവിഭാഗം അധ്യാപകരാണ്. ഇന്ന് റിട്ടയർ ചെയ്ത ടീച്ചേഴ്സ് റിട്ടയർ ചെയ്ത് വീട്ടിൽ പോയിരിക്കുമ്പം പെട്ടെന്നൊരു ദിവസം ഒരു കാറ് മുറ്റത്തോട് കയറി വരും. എൻ്റെ ഭാര്യ ചവറ കോളേജിലെ പ്രിൻസിപ്പൽ റിട്ടയർ ചെയ്തതാണ്. കാറ് കയറി വരും. ഇറങ്ങി ചെല്ലുമ്പോൾ, ടീച്ചറെ എൻ്റെ കല്യാണമാണ് അടുത്ത മാസം 6-ാം തീയതി, ടീച്ചർ വരണം എന്നെ അനുഗ്രഹിക്കാൻ. ഭാരതത്തിൻ്റെ പാരമ്പര്യത്തിൽ പെറ്റ അമ്മയും അപ്പനും അനുഗ്രഹിക്കുന്നതിന് മുമ്പ് കല്യാണപ്പന്തലിൽ പോകുന്ന ചെറുക്കനെ പെണ്ണിനെ അനുഗ്രഹിക്കാനുള്ള അവകാശം പഠിപ്പിച്ച സാറിനാണ്. സാറിൻ്റെ കാലേ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ടേ കല്യാണപ്പന്തലിൽ അപ്പനും അമ്മയ്ക്ക് നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റൂ. അതാണ് ഭാരതത്തിൻ്റെ പാരമ്പര്യം. എൻ്റെ ഭാര്യ പലയിടത്തും ഞാൻ ഈ അനുഗ്രഹം വാങ്ങിച്ചു കഴിയുമ്പോൾ കണ്ണിക്കൂടെ വെള്ളം നിറയാം ഭാര്യയ്ക്ക്. ആ പഴയ ശിഷ്യൻ്റെ അല്ലെങ്കിൽ ശിഷ്യയുടെ സ്നേഹം. അപ്പോൾ എത്രയും കൂടുതൽ കുട്ടികൾ റിട്ടയർ ചെയ്ത് വീട്ടിൽ പോകുമ്പോൾ നിങ്ങളെക്കൊണ്ട് കല്യാണപ്പന്തൽ അനുഗ്രഹം വാങ്ങിക്കാൻ വിളിച്ചുകൊണ്ട് പോകുന്നോ, അത്രയുമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മഹത്വം. ഒരു കുട്ടി അനുഗ്രഹിക്കാൻ വന്നില്ലെങ്കിൽ കിട്ടുന്ന പെൻഷൻ മിച്ചം എന്ന് മാത്രം കരുതിയാൽ മതി. അപ്പോൾ യാത്രയിൽ പോകുന്ന ടീച്ചേഴ്സ് ഓർത്തോണം, കല്യാണപ്പന്തലിൽ പോകുന്ന ഈ ഹാളിരിക്കുന്ന ഓരോ കുട്ടിയും നിങ്ങളുടെ അനുഗ്രഹം കൊണ്ടെന്ന് എപ്പോൾ ആഗ്രഹിക്കുന്നോ അപ്പോഴാണ് ഒരു ടീച്ചർ മഹനീയമായ നിലകളിൽ എത്തിച്ചേരുന്നത്. ഞാൻ കോട്ടയം SP ആയിരുന്നു. ഓർത്തഡോക്സ് സഭയിലൊരു മെത്രാനെ വാഴിക്കുകയാണ്, ബിഷപ്പിനെ വാഴിക്കുകയാണ്. ബിഷപ്പിനെ വായിച്ചു കഴിഞ്ഞാലേ ഈ ഭക്തരെല്ലാം വന്ന് ബിഷപ്പിൻ്റെ മോതിരം മുത്തും. ഇങ്ങനെ മോതിരം മുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ബിഷപ്പ് താപ്പോട്ട് വീഴുന്ന പോലെ തോന്നി. ഞാൻ പിടിക്കാൻ നിന്ന് ബിഷപ്പ് വീഴാന്ന് വിചാരിച്ച്. അപ്പോഴാണ് മനസ്സിലായത് ടീച്ചർ വീഴുകയല്ല. ഈ ബിഷപ്പിൻ്റെ തൊട്ട് മുമ്പിൽ ഈ മോതിരം മുത്താൻ നിൽക്കുന്ന ആള് ടീച്ചറിനെ 7-ാം ക്ലാസ്സിൽ പഠിപ്പിച്ചൊരു സാറായിരുന്നു. ബിഷപ്പ് പറഞ്ഞു, എൻ്റെ മത്തായി സാറിനെ ഞാൻ അനുഗ്രഹിക്കാനോ? പറ്റിയല്ല, മത്തായി സാർ എന്നെ അനുഗ്രഹിക്കണം. ആ സാറിൻ്റെ 2 കൈ എടുത്ത് തലയെ വെച്ച് ബിഷപ്പ് അനുഗ്രഹം വാങ്ങിക്കുകയാണ്. ബിഷപ്പന്മാർക്ക് ലോകത്ത് എല്ലാവരും അനുഗ്രഹിക്കാൻ പറ്റുമെന്നാണ് ധാരണ. പക്ഷെ ആ ബിഷപ്പിൻ്റെ മുമ്പിൽ തന്നെ 7-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച സാറിനെ കണ്ടപ്പോൾ ബിഷപ്പ് മുട്ടുകുത്തി ആ സാറിൻ്റെ കൈ തലയിൽ വെച്ച് അനുഗ്രഹം വാങ്ങിച്ചു. അതാണ് അധ്യാപകർ. അധ്യാപകർക്ക് യാത്രയെപ്പോലുള്ള റിട്ടയർമെൻറ്റും ഇല്ല. ഇവിടെ ഒരു ഫോർമാലിറ്റിയുടെ പേരിൽ നിങ്ങൾ യാത്രയൊക്കെ പറയും, പക്ഷെ ടീച്ചേഴ്സ് ഒരിക്കലും റിട്ടയർ ചെയ്യുന്നില്ല. ടീച്ചേഴ്സ് എന്നും നമുക്ക് അനുഗ്രഹം കഴിയുന്നവരായി ജീവിതത്തിൽ വിരാജിക്കുകയാണ്. സർവ്വ രാധാകൃഷ്ണൻ പറഞ്ഞു, ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പത്ത് ഇന്ത്യയുടെ റിട്ടയർ ചെയ്ത അധ്യാപകരാണ്. ഏറ്റവും വലിയ സമ്പത്താണ്. അതുകൊണ്ട് എല്ലാവരും അനുഗ്രഹം തേടി വരികയാണ്. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് 2 മാസത്തിന് മുമ്പ് തിരുവനന്തപുരത്ത് വന്നു ഒഫീഷ്യൽ വിസിറ്റിന്. അവിടെ വിസിറ്റിന് വന്നപ്പോൾ അദ്ദേഹം അറിയുന്നു, അദ്ദേഹത്തെ 5-ാം ക്ലാസ്സിൽ ഹിമാചൽ പ്രദേശിലെ മിലിറ്ററി സ്കൂളിൽ പഠിപ്പിച്ച ഒരു ടീച്ചർ കണ്ണൂർ പാനൂരുണ്ടെന്ന്. വൈസ് പ്രസിഡന്റ് എന്ത് ചെയ്തു? 2 ദിവസം പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലൈറ്റ് എടുത്ത് കണ്ണൂർ ലാൻഡ് ചെയ്ത് പാനൂരിലെ 5-ാം ക്ലാസ് പഠിച്ച ടീച്ചറിൻ്റെ വീട്ടിൽ പോയി ടീച്ചറിൻ്റെ കാലേ തൊട്ട് വന്നിട്ട് അനുഗ്രഹം വാങ്ങിച്ച വൈസ് പ്രസിഡന്റ്. നിങ്ങൾ കണ്ടില്ലേ ടെലിവിഷനിൽ? ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റാ. പക്ഷേ തന്നെ പഠിപ്പിച്ച ഒരു ടീച്ചർ, 5-ാം ക്ലാസ് പഠിപ്പിച്ച ടീച്ചർ കേരളത്തിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആ മനുഷ്യൻ 2 ദിവസം ട്രിപ്പെല്ലാം കളഞ്ഞിട്ട് വൈസ് പ്രസിഡന്റ് പോയി 5-ാം ക്ലാസ് പഠിപ്പിച്ച ടീച്ചറുടെ കാലത്തോട്ട് വന്നിക്കാൻ. അതാണ് അധ്യാപകർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് യാത്രയപ്പ് കിട്ടുന്ന ടീച്ചേഴ്സ് ഫോർമാലിറ്റിയുടെ പേര് ഇവിടെ യാത്രയൊക്കെ പറയുകയാണ്. പക്ഷെ നിങ്ങൾ ഈ സ്കൂളുമായിട്ടുള്ള ബന്ധം വിടുന്നില്ല, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളുമായിട്ടുള്ള ബന്ധവും വിടുന്നില്ല. ഇനിയും പതിറ്റാണ്ടുകളോളം അവർ നിങ്ങളുടെ അനുഗ്രഹം തേടി വരും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചോണം, നിങ്ങളുടെ അറിവ് ഒന്നും ചെയ്യാതെ നശിപ്പിച്ച് കളയരുത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും മഹാനായ ഒരു പണ്ഡിതനുണ്ടായിരുന്നു, നന്ദൻ മേനോൻ, പ്രൊഫസർ നന്ദൻ മേനോൻ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസറായിരുന്നു. അങ്ങേരുടെ ഭാര്യയാണ് കേന്ദ്ര ക്യാബിനറ്റിൽ മന്ത്രിയായിരുന്ന ലക്ഷ്മി എൻ മേനോൻ. ഞാൻ അദ്ദേഹത്തെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോയി കാണുമായിരുന്നു. അദ്ദേഹം പ്രസംഗിക്കാൻ പോകില്ല, അദ്ദേഹം ഒരു പുസ്തകം എഴുത്തില്ല. വലിയ വലിയ പുസ്തകമൊക്കെ വാങ്ങിച്ചിങ്ങനെ വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ വായിച്ച് രസിക്കും.
അപ്പോൾ അദ്ദേഹം വായിച്ച പുസ്തകങ്ങളെപ്പറ്റി അറിയാനും അദ്ദേഹത്തിൻ്റെ അപഗ്രഥന പഠനം മനസ്സിലാക്കാനും വേണ്ടി സമയം കിട്ടുമ്പോഴൊക്കെ ഞാനിദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകും. എന്തൊരു പണ്ഡിതൻ, ഇത്രയും അറിവ് തലച്ചോറുണ്ടായിട്ട് വല്ല ഗുണമുണ്ടോ? അദ്ദേഹം പ്രസംഗിക്കാൻ പോയില്ല, അദ്ദേഹം പുസ്തകം എഴുതിയാലും ലേഖനം എഴുതത്തില്ല. അദ്ദേഹം ഒരു വിൽപ്പത്രം എഴുതിയിരുന്നു, ഞാൻ മരിക്കുമ്പോൾ ഈ പുസ്തകം മുഴുവൻ പബ്ലിക് ലൈബ്രറിയുടെ അവിടെ കൊണ്ടുവന്നൊരു പ്രത്യേക വിഭാഗമായിട്ട് വെച്ചേക്കണമെന്ന്. ഒരു ദിവസം രാവിലെ നന്ദൻ മേനോൻ മരിച്ചു. ലക്ഷ്മി മേനോൻ പബ്ലിക് ലൈബ്രറി വിളിച്ചു, നിങ്ങൾ പെട്ടെന്ന് വന്ന് ഈ ശല്യമൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകണം കേട്ടോ, വീട് വൃത്തിയാക്കി തരണമെന്ന്. ലൈബ്രറിനോട് എന്നെ വിളിച്ചു. ഞാനൊരു ലോറിയൊക്കെ പിടിച്ചുകൊണ്ട് പോയി, എൻ്റെ കാറും ലോറിയൊക്കെ പിടിച്ചുകൊണ്ട് പോയി നന്ദൻ മേനോൻ്റെ വീട്ടിൽ നിന്ന് പുസ്തകമെല്ലാം എടുത്ത് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയുടെ 3-ാം നിലയിൽ കൊണ്ടുവച്ചു. ഞാനിപ്പോഴും അവിടെ പോയി വായിക്കും ആ പുസ്തകം. ഈ മനുഷ്യൻ്റെ ഗ്രന്ഥശേഖരം. പെണ്ണുമ്പിളയ്ക്ക് അതല്ലാതെ മാർക്കറ്റിപ്പോൾ പെണ്ണുമ്പിളയ്ക്ക് സംഗതി ക്ലിയറായെന്നാണ് പെണ്ണുമ്പിളയുടെ വിചാരം. അപ്പോൾ നിങ്ങൾ ഈ റിട്ടയർ ചെയ്ത ടീച്ചേഴ്സ്, നിങ്ങൾക്ക് ഒരു 5 ദശാബ്ദങ്ങളും കൂട്ടി അറിവാ. ഇത് മുഴുവൻ നിങ്ങൾ തലയെ വെച്ച് വെറുതെ നശിപ്പിച്ച് കളയരുത്. വാൾട്ടർ സ്കോട്ട് അദ്ദേഹത്തിൻ്റെ കവിതയെ പറഞ്ഞ പോലെ ഡസ്റ്റ് ആൻഡ് ടു ഡസ്റ്റ് ഇറ്റ് വിൽ ഡിസെൻഡ്. നിങ്ങൾ മരിച്ചു കഴിയുമ്പോഴേ വെറും ചാമ്പലായി മാറാൻ പോവാണ് ഈ തലച്ചോറ്. അതുകൊണ്ട് നിങ്ങളുടെ അറിവ് ഈ പഠിച്ച കുട്ടികൾ കൊടുത്തതുപോലെ ഈ നാടിന് കൊടുക്കാമെന്ന് കഴിഞ്ഞിരിക്കണം. ലേഖനം എഴുതണം, പ്രസംഗിക്കാൻ പോകുന്നിടത്തൊക്കെ പോയി പ്രസംഗിക്കണം. നിങ്ങളുടെ നാട്ടിലെ ലൈബ്രറികളിൽ പരിപുഷ്ടമാക്കണം. നാട്ടാളുകൾക്ക് വായിക്കാൻ വേണ്ടി നിങ്ങൾ പുസ്തകം എഴുതാൻ പറ്റുന്നെങ്കിൽ പുസ്തകം എഴുതണം. അങ്ങനെ നിങ്ങളുടെ അറിവ് വാൾട്ടർ സ്കോട്ട് പറഞ്ഞ പോലെ ഡസ്റ്റ് ആൻഡ് ഡസ്റ്റ് ആവാതെ ഈ ദേശത്തെ അനന്തര തലമുറകൾക്ക്, നിങ്ങൾ ജീവിക്കുന്ന വീടിന് ചുറ്റുമുള്ള കുട്ടികൾക്ക് ദീപങ്ങളായി വെളിച്ചങ്ങളായി തുടരണം. അല്ലാതെ റിട്ടയർ ചെയ്തു ഇനി ഞാനൊരു പരിപാടിക്കില്ല എന്ന് പറഞ്ഞ് അടുക്കളയിൽ ഒതുങ്ങിക്കളയരുത്. അതുകൊണ്ട് ഈ റിട്ടയർ ചെയ്ത ടീച്ചേഴ്സിന് നിങ്ങൾ കൊടുക്കുന്ന യാത്രയയപ്പ് വളരെ സമ്പുഷ്ടമായ ഒന്നാണ്. പക്ഷേ ഈ റിട്ടയർ ചെയ്ത ടീച്ചേഴ്സ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലും മനസ്സിലും നിലനിൽക്കുകയാണ്. ആ ഹൃദയത്തിലും മനസ്സിലും നിലനിൽക്കുന്ന ടീച്ചേഴ്സിനെ ആ രീതിയിൽ ബഹുമാനിക്കാനും അവരെ സ്വീകരിക്കാനും കഴിയേണ്ടതാണ്. ഞാൻ ചന്ദനപ്പള്ളിയിൽ ഒരു പ്രോഗ്രാമിന് പോകുകയായിരുന്നു. DGP-യാണ്. 3 സ്റ്റാറുള്ള വണ്ടി അടിച്ചിട്ട് പോകുമ്പം പെട്ടെന്ന് ഞാൻ ഡ്രൈവറോട് ഒന്ന് നിർത്തണമെന്ന് ചോദിച്ചു. എന്നെ 7-ാം ക്ലാസ്സിൽ പഠിച്ചൊരു ടീച്ചർ ഇങ്ങനെ നടന്നു വരികയാണ് എതിർവശത്തൂടെ. ഞാൻ വണ്ടി നിർത്തി ചാടി ഇറങ്ങി ഓടിച്ചെന്ന് ഈ ടീച്ചറിൻ്റെ കാലെ തൊട്ട് വന്നിച്ച് ഞാൻ ചോദിച്ചു, ടീച്ചറെ എങ്ങോട്ട് പോവാ? ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. ടീച്ചർ വണ്ടി കയറി. ഞാനൊരു 3/4 കിലോമീറ്റർ അകലെയുള്ള വീട്ടിൽ ടീച്ചറെ കൊണ്ട് വിട്ട് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അടിച്ചു കൊടുത്ത് ചന്ദനപ്പള്ളിക്ക് പോയി. എൻ്റെ ഡ്രൈവർ ചോദിച്ചു, ആരാ സാറേ ഈ കിളവൻ? ഒരു 10-70 നിമിഷമുള്ള കൂലി പിടിച്ചിട്ട് കിളവൻ എന്നെ പഠിപ്പിച്ച സാറാ. അപ്പോൾ ഈ ഡ്രൈവർക്ക് മനസ്സിലാവുന്നില്ല ആരാടി ഈ കിളവൻ. 3 സ്റ്റാറുള്ള വണ്ടി കൊണ്ടുപോയി ഇറങ്ങി ഓടിച്ചെന്ന് കിളവൻ്റെ കാലെ തൊടുന്നു. അപ്പോൾ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു കൊടുത്തിടേ, ഞങ്ങളൊക്കെ ഞാനാക്കിയത് ഇങ്ങനെയുള്ള സാറന്മാരാന്ന് പറഞ്ഞ് ഡ്രൈവറെ പറഞ്ഞ് മനസ്സിലാക്കി. നിങ്ങൾ റോഡിൽ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു വണ്ടി ചവിട്ടി നിർത്തി ഓരോരുത്തർ ഇടയിൽ വരും കാലെ തൊടാൻ വേണ്ടി. അത് ജീവിതത്തിൽ ഈശ്വരൻ എന്ന വലിയ അനുഗ്രഹങ്ങളാണെന്ന് റിട്ടയർ ചെയ്യുന്ന ടീച്ചേഴ്സ് മനസ്സിലായിക്കോണം. ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ ആരെങ്കിലും എവിടെയെങ്കിലും നിങ്ങളുടെ ടീച്ചേഴ്സിനെ കണ്ട ഇറങ്ങിച്ചെന്ന് എത്ര പേർ നിൽക്കുന്നതിന് നടുക്ക് വെച്ചൊന്നും കാലത്തൊട്ട് വന്നിച്ചേക്കണം. അവിടെയാണ് നിങ്ങളുടെ ഗുരുത്വം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഉയരുന്ന അവിടം വരെയാണ്. നിങ്ങളുടെ അറിവ് ഈ നാടിനെ സമുജ്വലമാക്കാൻ വേണ്ടി വിനിയോഗിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും യാത്രയയപ്പ് ചെയ്യുന്ന കിട്ടുന്ന അധ്യാപകർക്കും ജഗദീശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്നും നിങ്ങൾ ഈ നാടിനെ സമ്പുഷ്ടമാക്കാൻ ഇടയാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം.